വയനാടിൻ്റെ മലമടക്കുകളിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെ പാലക്കാട് ജില്ലയുടെ ബോർഡർ പ്രദേശങ്ങളിലോ ഒക്കെ ചില നാട്ടുവൈദ്യന്മാരും പച്ചമരുന്ന് ചികിത്സകളും ഒക്കെ ഉണ്ട്. നാട്ടിലെ എല്ലാ ചികിത്സകളും പരാജയപ്പെടുമ്പോൾ, വേദനകൾ സഹിക്കാതെ പറ്റുമ്പോൾ ചില ആൾക്കാർ വന്ന് പറയും, നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്കി, അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു പച്ചമരുന്നുണ്ട്, 10 ദിവസം കഴിച്ചാൽ 15 ദിവസം കഴിച്ചാൽ മാറും. എന്തു മരുന്നാണ്, എന്തിനു തരുന്നതാണ്, കഴിച്ചാൽ എന്താണ് അതിൻ്റെ പ്രത്യാഘാതം എന്നൊന്നും ചിന്തിക്കാതെ സുഖമായിട്ടുണ്ടോ നിങ്ങൾക്ക്, സത്യമാണോ പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് സുഖമായി, എൻ്റെ വാപ്പാക്ക് സുഖമായി, 25 കൊല്ലമായിട്ടുള്ള മുട്ടുവേദന മാറി എന്നൊക്കെ പറയുമ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്ര ആളുകളാണ് ക്യൂ. ഒരു ബുക്കിംഗ് കിട്ടാൻ രാത്രി 12 മണിക്ക് അവിടെ വന്ന് അവിടെ ചെന്ന് കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. എന്താണ് സുഹൃത്തുക്കളെ, അവർക്കൊരു അനുഭവമുണ്ട്. ഇതുവരെ ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്കും പ്രയാസങ്ങൾക്കും നീറ്റലുകൾക്കും ഒരു സമാധാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവരെ എത്തിക്കുന്നത്. അതുകൊണ്ട് ആശ്വാസവും പരിഹാരവും ഉള്ളിടത്ത് ആളുകൾ എത്തും. നിങ്ങൾക്കറിയുമോ, ഇന്നെന്നോട് ഓർത്തോപീഡിക് സർജനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഇന്ന് ഞങ്ങൾ പങ്കെടുത്ത മീറ്റിങ്ങിൽ ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക്, അമ്മായിമ്മയെ ചികിത്സിപ്പിക്കുവാൻ വേണ്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മായിമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി മരുമകൾ ഹോസ്പിറ്റലിന്റെ റൂമിൽ ബൈസ്റ്റാൻഡറായി നിൽക്കുകയാണ്. രാവിലെ റൗണ്ട്സിന് വന്ന എൻ്റെ സുഹൃത്തായി ഡോക്ടറോട് മരുമകൾ ചോദിച്ചു, അല്ല ഞങ്ങളൊന്ന് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് വരണം, എന്നാണ് നമുക്ക് പോകാൻ പറ്റുക, ഒന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് തരണം, എന്നാ പോകാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരിക്കും മാറാതെ നിങ്ങൾ പോയാൽ പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ റബ്ബർ പന്ത് അടിച്ച മാതിരി ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരൂല, അപ്പൊ ശരിക്കും മാറിയിട്ട് പോവല്ലേ നല്ലത് എന്നാണ്. എന്നിട്ട് ചോദിച്ചു, എന്താ വീട്ടിൽ ആരുമില്ലേ? അപ്പൊ പറഞ്ഞു, മക്കളെയൊക്കെ അയൽപക്കത്തെ ഏൽപ്പിച്ചിട്ടാണ് ആശുപത്രിയിൽ വന്നു നിൽക്കുന്നത് എന്നാണ്. അടുത്ത വാചകം ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ? ഡോക്ടർ പറയാ, ഞാൻ ആരാണ് എന്താണെന്നും നോക്കാതെ ആ സ്ത്രീ പറഞ്ഞു, പീസ് റേഡിയോ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഇവിടെ ഉണ്ടാവൂല എന്നാ പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞ വാക്കിന്റെ ഒരു അർത്ഥം നിങ്ങൾ ആലോചിക്കണം. ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും ഈ റേഡിയോയിലാണ് എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു കുളിർ, ഇതിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു തണൽ, ഒരു മനസ്സിന്റെ സന്തോഷം, അതാണ് ജീവൻ നിലനിർത്തുന്നത്. ഭർത്താവ് പണം തരാഞ്ഞിട്ടല്ല, വീട്ടിൽ മീനും ഇറച്ചിയും വാങ്ങാഞ്ഞിട്ടല്ല, ജീവിത സൗകര്യങ്ങളിലായിട്ടില്ല, പക്ഷേ മനോവേദനകൾക്ക് പരിഹാരം നൽകാൻ ഇവിടെ എന്തുണ്ട്? മനസ്സിന്റെ ഭയങ്ങൾക്ക് പരിഹാരം നൽകാൻ ഇവിടെ എന്തുണ്ട്? രാത്രി ഉറക്കം വരാത്ത മനോവേദനകൾക്ക് ആശ്വാസം തരാൻ ഇവിടെ എന്തുണ്ട്? ഈ ചോദ്യമല്ലേ സുഹൃത്തുക്കളെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടത്തി വിടാൻ പറ്റുന്ന വല്ലതുമുണ്ടോ? പാല് കുടിച്ചാലും ചായ കുടിച്ചാലും മരുന്ന് കഴിച്ചാലും അതൊക്കെ ശരീരത്തിക്കല്ലേ എത്തുള്ളൂ, മനസ്സിക്ക് എത്തുവോ? യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലത്തും മിൻ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഏ ജനങ്ങളെ, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു മൗഇലത്തും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ സതുപദേശം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. അടുത്ത വാചകം വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, മനസ്സിലുള്ള രോഗങ്ങൾക്ക്, മനസ്സിന്റെ സംശയങ്ങൾക്ക്, മനോവേദനകൾക്ക് ശിഫയാണ് ഈ ഖുർആൻ. വിശുദ്ധ ഖുർആനെ ഉള്ളിക്ക് ചെല്ലുള്ളൂ സുഹൃത്തുക്കളെ. നമ്മുടെ സന്ധികളിലും സിരകളിലൂടെയും ശരീരത്തിലൂടെയും ഒക്കെ മരുന്നിന്റെ അംശങ്ങൾക്ക് ഫലം നേടാൻ പറ്റിയേക്കും, പക്ഷെ മനസ്സിന്റെ ഉള്ളിലേക്ക് എന്തെത്തും? മനസ്സിന്റെ ഉള്ളിലേക്ക് എത്താൻ ഖുർആനിന്റെ സൂക്തങ്ങൾക്ക് പറ്റും, അതിന്റെ ആശയങ്ങൾക്ക് പറ്റും, മനസ്സിനെ തണുപ്പിക്കാൻ അതിന് പറ്റുമെന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഏറ്റവും വലിയൊരു ആശയമാണത്. എന്റെ സന്മാർഗങ്ങളെ ആര് പിൻപറ്റുന്നുവോ അവൻ വഴിതെറ്റിപ്പോകയില്ല, അവൻ കഷ്ടപ്പെടേണ്ടി വരികയില്ല. കഷ്ടപ്പാട് വരാതിരിക്കാൻ, പ്രയാസങ്ങൾ വരാതിരിക്കാൻ, വഴിതെറ്റിപ്പോകാതിരിക്കാൻ എന്താണ് സുഹൃത്തുക്കളെ പരിഹാരം? അള്ളാഹുവിൻ്റെ അടുക്കുന്നുള്ള ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ വല്ലാത്തൊരാശ്വാസവും സമാധാനവും ഉണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ചോളിയും.
എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അലമാരിയിലുള്ള ഖുർആൻ എടുത്ത് തുറന്ന് വെച്ചിട്ട് 2 പേജ് ഓതി വയ്ക്കും. ഞാൻ നിങ്ങളോട് വെല്ലുവിളിയോടെ പറയുന്നു, നിങ്ങളുടെ മനസ്സ് അപ്പോൾ മാറിയിരിക്കും. അതാണ് ഖുർആൻ. അർത്ഥം പോലും അറിയണ്ട, ഒരൊറ്റ പാരായണം കൊണ്ട് മനസ്സിനെന്തോ മഴ പെയ്ത പോലെ ഒരു കുളിര് വരും, തണുപ്പ് വരും. ഞാൻ പണ്ടൊരു ലേണിംഗ് ക്ലാസ് എടുത്തിരുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ ആ ലേണിംഗ് ക്ലാസ്സിന് വളരെ ബസ്സുകളും വണ്ടികളൊന്നും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് അവിടേക്ക് വരുന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്, ടെലിഫോൺസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ. രാത്രി ക്ലാസ് കഴിഞ്ഞാൽ അയാൾക്ക് പോകാൻ പറ്റൂല. എങ്ങനെയൊക്കെ വല്ല വണ്ടിയും ഓട്ടോറിക്ഷയ്ക്ക് കയറി അയാൾ ആ ഉൾപ്രദേശത്തു നിന്ന് പോവും. അപ്പോൾ ഒരു ദിവസം ഒരു കൊല്ലം നമ്മളെ പഠനം പൂർത്തിയായപ്പോൾ നമ്മൾ പഠിതാക്കൾക്ക് അവസരം കൊടുത്തു, എന്താണ് ഈ ഖുർആൻ പഠിക്കാൻ നിങ്ങളെ ഇങ്ങനെ എന്നും മുടങ്ങാതെ വരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്നാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ അന്ന് പറഞ്ഞ വാക്കുകൾ എനിക്കിന്ന് ഓർമ്മയുണ്ട്. അയാൾ പറഞ്ഞാൽ എന്താ അറിയാമോ, ഞാൻ ഈ ക്ലാസ്സിന് വരാൻ ഒരു കാരണമുണ്ട്. കാരണം ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമം വന്നിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മ തിരൂരങ്ങാടിയിൽ പഠിച്ചതാണ്. പണ്ട് കാലത്ത് തിരൂരങ്ങാടിയിൽ വലിയ ഉസ്താദുമാരുള്ള കാലത്ത് ഖുർആൻ പഠിച്ചതാണ്. അപ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറയുന്നൊരു വാക്കുണ്ട്, മോനെ ആ ഖുർആൻ എടുത്തൊന്ന് ഓത് അറിയും. ആ ഖുർആൻ അങ്ങോട്ട് ഓതുന്നതോട് കൂടെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും നീങ്ങും. അന്ന് മുതൽ ആ ഖുർആനോട് എനിക്ക് വലിയൊരു സ്നേഹമുണ്ട്, ഭയങ്കരമായ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് അതിൻ്റെ അർത്ഥം പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇവിടെ വരാൻ പ്രേരിപ്പിച്ചത് എന്നാണ്. സുഹൃത്തുക്കളെ, ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫലപ്പെടുന്നത് ഏറ്റവും പ്രധാനമായിട്ടൊന്ന് നമുക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടും. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഒന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. ആ വാക്കുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും അവതരിച്ചതാണ് എന്നാണ്. ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലം മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ. ഇതൊരു പ്രത്യേക വചനങ്ങളാണ് ഈ ഖുർആൻ. അതിൻ്റെ ഈണത്തിനും അതിൻ്റെ ഘടനക്കും ഒക്കെ പ്രത്യേകത ഉണ്ട്. കാരണം അള്ളാഹുവിൻ്റെ വാക്കുകൾ, അള്ളാഹുവിൻ്റെ ആശയങ്ങൾ. സുഹൃത്തുക്കളെ, മനുഷ്യന്റെ സംസാരങ്ങളല്ല, അള്ളാഹുവിൻ്റേത്. ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നവയെ കൊണ്ടും കാണാത്തവയെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. അല്ലാഹ് പറയാണ്, നിങ്ങൾ കാണുന്നവയെ കൊണ്ടും നിങ്ങൾക്കൊരിക്കലും കണ്ടെത്തുവാൻ പറ്റാത്ത അദൃശ്യ കാര്യങ്ങളെ കൊണ്ടുമെല്ലാം ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. മാന്യനായ ഒരു ദൂതനിലൂടെ, ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അള്ളാഹുവിൻ്റെ കലാമുകളെ മനുഷ്യനിലേക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ്. വമാ ഹുവ ബിഖൗലി ശാഇർ, ഈണങ്ങളോ വചനങ്ങളോ ഉള്ളത് കൊണ്ട് ഇത് കവിതയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. വമാ ഹുവ ബിഖൗലി കാഹിൻ, ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നത് കൊണ്ട് ഇത് ജ്യോത്സ്യന്റെ വചനങ്ങളാണെന്ന് വിചാരിച്ചു പോകരുത്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്ന്. ലോകത്ത് എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ, എന്തെല്ലാം ജന്തുജാലങ്ങളുണ്ടോ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ആലമീൻ, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംവേദനിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന വാചകങ്ങളാണ്, വചനങ്ങളാണ്, വാക്യങ്ങളാണ്. ഇതാദ്യമായി എത്തിച്ചേരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. ആ പ്രവാചകന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കോ ഒരു വാചകമോ ഇതിൽ ചേർക്കാൻ പറ്റാത്ത വിധം ഇത് സംരക്ഷിക്കപ്പെട്ടതാണ്. വലൗ തഖവ്വല അലൈനാ ബഅ്ദൽ അഖാവീൽ, വല്ല മാറ്റത്തിരുത്തലുകളും വല്ല വ്യത്യാസങ്ങളും ഈ വചനങ്ങളിൽ വരുത്തുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂല് വരുത്തിയാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, വലത്തെ കൈകൊണ്ട് ആ പ്രവാചകനെ ഞാൻ പിടിക്കും. തുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ,
ആ നിമിഷം പ്രവാചകന്റെ ജീവനാടി ഞാൻ മുറിച്ചു കളയും. വിശുദ്ധ ഖുർആൻ അള്ളാന്റെ വാക്കാണ്. അതുകൊണ്ട് തന്നെ അത് ഓതുമ്പോൾ സമാധാനം കിട്ടുന്നതാണേ. അത് ഓതി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ഓത്തിലൂടെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടും. നമ്മൾ മുടങ്ങാതെ എല്ലാ ദിവസവും വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ ഈ മനസ്സമാധാനം മനസ്സന്തോഷം നമുക്ക് കിട്ടും. രണ്ടാമത്തെ എന്താണ് സുഹൃത്തുക്കൾ? അതിൻ്റെ ആശയങ്ങളാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളെല്ലാവരും പേടിയിലാണ്. എന്തൊക്കെയാണ് ആളുകൾ ചിന്തിച്ച് കൂട്ടുന്നത്, എന്തൊക്കെയാണ് ആളുകളുടെ മനസ്സിലൂടെ ആലോചിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ എന്തും ചിന്തിക്കാലോ. കാരണം പേടി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് വിചാരിച്ചാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ പേടി എന്ന് പറയാം. അപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തും ചിന്തിച്ചൂടെ? സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇനി എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ വരിക എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ഇവിടെ 100 ആളിരിക്കണേ 100 ആക്കും 100 ആലോചിക്കാം. ഞാൻ സാധാരണ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. നമ്മളിപ്പോൾ രാത്രി നല്ല ബന്ധവസ്ഥായിട്ടുള്ള, നല്ല എല്ലാ നിലക്കും ബന്ധവസ്ഥായിട്ടുള്ള ഒരു വീട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീട് മതിലുണ്ട്, എല്ലാ നിലക്കുള്ള സംരക്ഷണങ്ങളുണ്ട്, ചുമരുണ്ട്, അതേപോലെ തന്നെ വാതിലുണ്ട്, ജനലുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വീട്ടിൽ ആണുങ്ങളുണ്ട്, നല്ല കരുത്തരായ മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു സ്ത്രീ രാത്രി ഇങ്ങനെ കിടക്കണ സമയത്ത് അവരിങ്ങനെ കിടന്ന് ആലോചിക്കുകയാണ്. എന്താ ആലോചിക്കണത്? ഏതോ ഒരാൾ അവിടെ ഗേറ്റ് ചവിട്ടി തുറന്നു വരുന്നുണ്ട്. അതാ നമ്മൾ വാതിൽ തുറന്നു, അയാൾ കോണിയിലൂടെ കയറി വരുന്നു, നമ്മളെ റൂമിൻ്റെ വാതിലിൻ്റെ എത്തി. ഇനിയിപ്പോൾ എന്തൊക്കെയോ നമ്മളെ ചെയ്യാൻ പോകുന്നു എന്നാണ് വിചാരിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. അവരങ്ങനെയാണ് വിചാരിച്ചാൽ അവർക്ക് ആ ആള് വന്ന് അവരെ എന്ത് ചെയ്യും? എന്തോ ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് തോന്നും. ഇതേപോലെ തന്നെ നമ്മുടെ പേടികളൊക്കെ ചിലപ്പോൾ ഒരിക്കലും വന്നു ചേരാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. ചെറിയൊരു വേദന അവിടെ ഇവിടെ വന്നാൽ ആ വേദന എന്തെങ്കിലുമൊക്കെ ഒരു ക്യാൻസർ ആയിക്കാരെ, പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരും, പിന്നെ കീമോതെറാപ്പി വേണ്ടി വരും, പിന്നെ ഞാൻ എന്ത് ചെയ്യും? പാലിയേറ്റീവിൻ്റെ ചികിത്സയിലേക്കാരെന്നൊക്കെ അങ്ങനെയാണ് ആലോചിച്ചാൽ അതിൻ്റെ ബേജാറും പേടിയൊക്കെ പാടെ മനസ്സുകൾ വരും. അങ്ങനെ ചിന്തിക്കുന്ന ഇപ്പം എന്താ പരിഹാരം സുഹൃത്തുക്കൾ? അതാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഇനിയുള്ള നിമിഷങ്ങളിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പേടിയും മനസ്സിൽ വരാതിരിക്കുക. അതെങ്ങനെ നമുക്ക് മനസ്സിൽ വരാതിരിക്കുക? ഒരു പേടിയും നമ്മുടെ മനസ്സുകളിൽ എന്ത് ചെയ്യുക? വരാതിരിക്കുക. അതിനെന്താ കാര്യം? നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇനി മുതൽ എന്തൊക്കെ നാളെ സംഭവിക്കാനിരിക്കുന്നുണ്ടോ ആ സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാന്റെ നിയന്ത്രണത്തിലാണ്. അവന്റെ സമ്മതമല്ലാതെ ഒരു കാര്യം ഇവിടെ സംഭവിക്കില്ല. നമ്മുടെ വിശ്വാസമാണ് സുഹൃത്തുക്കളെ. ആ വിശ്വാസത്തിന് എന്താണ് നമ്മൾ പറയാ? ആ വിശ്വാസത്തിന് എന്താ പറയാ? ആ വിശ്വാസത്തിനാണ് നമ്മൾ തവക്കുൽ എന്ന് പറയാ. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ? ആരെയാണോ നമ്മൾ ഏൽപ്പിക്കുന്നത് ആ ഏൽപ്പിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിച്ച് ഇനി എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്ന് വിചാരിക്കാൻ പറ്റുക. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോയിട്ട് തീയിലേക്ക് ഇടുമ്പോൾ തീയിനെ കുറിച്ച് അറിയാനിട്ടല്ല, പക്ഷെ പടച്ചവൻ വിചാരിച്ചതേ നടക്കൂ എന്നുള്ള ഉറപ്പ്. അതുകൊണ്ട് ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ, ഹസ്ബുനല്ലാഹ്, അള്ളാഹു മതി, അവൻ എത്ര നല്ല ഭരമേൽപ്പിക്കാൻ പറ്റുന്നവനാണ്. പിന്നെ ഒരു ബേജാറുമില്ല. പിന്നെ എന്തേ സംഭവിക്കണം നോക്കൂ നിങ്ങൾ. തീയിന്റെ പ്രകൃതി മാറ്റി അള്ളാഹു രക്ഷപ്പെടുത്തി. അള്ളാഹ്ക്ക് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും? തീയിന്റെ പ്രകൃതി മാറ്റിയിട്ടാണ് രക്ഷപ്പെടുത്തിയത്. അള്ളാഹ്ക്ക് പറ്റും. അപ്പൊ എങ്ങനെ നമുക്ക് അനുകൂലമാവും, എങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒന്നല്ല, നമ്മൾ കണക്കൂട്ടുന്ന ഒന്നല്ല വരിക. അള്ളാഹിന്റെ അടുക്കൽ അവന്റെ തീരുമാനങ്ങളാ നടപ്പിലാകുക. അതുകൊണ്ടൊന്നും പേടിക്കാൻ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് പക്ഷിന്റെ ഹൃദയമുള്ളവർ സ്വർഗത്തിൽ പോകുന്നതാണ്. പക്ഷിന്റെ ഹൃദയമുള്ളവൻ സ്വർഗത്തിൽ പോകും. എന്താ പക്ഷിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ? പക്ഷിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പക്ഷികൾ നമ്മളെപ്പോലെ തന്നെയല്ലേ, ജീവികളല്ലേ സുഹൃത്തുക്കളെ. നാളെ നേരം പുലരുമ്പോൾ ഒരു പക്ഷി അതിന് വിശക്കുന്നുണ്ട്, അതിന്റെ കുട്ടികൾക്ക് വിശക്കുന്നുണ്ട്, ആഹാരം വേണം. എനിക്കും നിങ്ങൾക്കും അറിയാലോ നാളെ ഇവിടുന്നാണ് നമ്മുടെ ചെലവിനുള്ള ഒരു അരിക്കുള്ള പൈസ കിട്ടുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പക്ഷിക്ക് അറിയില്ല, ഒരു മൃഗത്തിനറിയില്ല, നമ്മുടെ തൊഴുത്തിൽ മൃഗത്തിന് അറിയില്ല. പക്ഷെ ഒരു ബേജാറുമില്ല, ഞാൻ ഇന്നൊന്നും കിട്ടാതെ പട്ടിണി കടന്ന് മരിച്ചു പോകുമോ എന്നുള്ളൊരു ബേജാറ് ഒരിക്കലും എന്തില്ല നിങ്ങൾ ആ പക്ഷിക്കില്ല, ആ മൃഗത്തിനില്ല. അതെന്താ ഇല്ലാതിരിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹൃദയത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വക പടച്ചോ ഞങ്ങൾക്ക് തരും എന്നൊരു ബോധം അവർക്കുണ്ട്. സുഹൃത്തുക്കൾ, അതുള്ളൊരുത്തിന് പേടിണ്ടാവില്ല എന്നാണ്. നാളെ എന്താ ഞാൻ മരിക്കുമോ? നാളെ അള്ളാഹു എന്ത് തീരുമാനിച്ചോ അത് നടക്കും. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെയുള്ള മറുപടി എന്താ വെച്ചാൽ അള്ള വിചാരിച്ചതേ നടക്കുള്ളൂ എന്നാണ്. അങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്ക് ആരല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നുവോ അവൻ അള്ള മതി, ഒന്നും പേടിക്കാല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്കും നിങ്ങൾക്കും അങ്ങനെ ആയിത്തീരാൻ പറ്റും. ശരിക്കും എന്താ വെച്ചാൽ ഈമാനിന്റെ ഏറ്റവും ഉയർന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയാണ്. ഇത്രയും
എന്തിനെക്കുറിച്ചും ഒരു ബേജാറും ഇല്ലാതെ ഇങ്ങനെ അള്ള വിചാരിച്ചതും തീരുമാനിച്ചതും വരുന്ന രൂപത്തിൽ വരട്ടെ എന്ന് വിചാരിക്കുന്ന മനസ്സാണ്. അതുകൊണ്ടാണ് 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന റസൂലുള്ള പറഞ്ഞപ്പോൾ ആ 70,000 ആളുകളുടെ വിശേഷണങ്ങൾ 4 പറഞ്ഞു. അതിൽ ഒന്നാം താരങ്ങൾ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിൽ തവക്കുലാക്കുന്ന. ഒന്ന് തൗഹീദാണ്. തൗഹീദിന്റെ പൂർണ്ണത. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാതിരിക്കൽ മാത്രമല്ല, ഏലസോ ഉറുക്കോ കെട്ടാതെക്കൽ മാത്രമല്ല, തൗഹീദിന്റെ പൂർണ്ണത. തൗഹീദിന്റെ പൂർണ്ണത എന്താണ്? ഇപ്പൊ എനിക്കൊരു വേദന വരുമ്പോ എൻ്റെ ഭാര്യ അവളുടെ കൈകളിൽ എന്താണ് പിന്നെ മുഅവ്വദാത്തൊക്കെ ഒന്ന് ഓതിയിട്ട് സുഖുലുവല്ലാഹും ഗ്രദുപ്പിലൊക്കെ ഓതിയിട്ട് എൻ്റെ ദേഹത്തൊന്ന് തടവി തന്നാൽ അതെന്താണ്? റുഖിയാണ്, ഒരു മന്ത്രിക്കലാണ്, പ്രാർത്ഥനയാണ്. അതിനൊരു തെറ്റുമില്ല, ഇസ്ലാം അനുവദിച്ചതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? പ്രവാചകന്റെ കൈകളിൽ തന്നെ ഓതി ദേഹത്ത് തടവി കൊടുത്തു. കാരണം ആയിഷ ബീവിന്റെ കൈയിനേക്കാളും ബർക്കത്തുള്ളത് റസൂലുള്ളാഹിന്റെ കൈകൾക്കാണ്. അതുകൊണ്ട് ആ കൈകളിൽ ഊതിയിട്ട് തടവിന്നാണ്, ഒരു പ്രശ്നവുമില്ല. എന്നാ സുഹൃത്തുക്കളെ, ലാ യസ്തർഖൂൻ, ഒരാളോട് എനിക്കൊന്ന് മന്ത്രിച്ചു തരണം എന്ന് പറയുന്നുണ്ടല്ലോ, എന്ന് പറയുമ്പോൾ അയാൾ ഈ 70,000 പുറത്താവും. അതെന്തുകൊണ്ടാ? ഒരാൾ മന്ത്രിക്കുന്നതോ ഓതിത്തരണോ തെറ്റായിട്ടല്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഒരാളോട് ആവശ്യപ്പെടുമ്പോൾ അയാൾക്ക് എന്തോ ഒരു മഹത്തുണ്ടോ എന്ന് നമ്മളെ മനസ്സിൽ തോന്നിപ്പോയാൽ അതുപോലും നമ്മുടെ തൗഹീദിനെ ബാധിക്കും എന്ന് പഠിപ്പിക്കപ്പെടും. അതിൽ പറഞ്ഞൊരു കാര്യമാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ ഭരമേൽപ്പിക്കും എന്നാണ്. അപ്പൊ റബ്ബിൽ ഭരമേൽപ്പിക്കുക, ഒന്നിനെ കുറിച്ചും ബേജാറില്ല, ഒന്നിനെ കുറിച്ചും പേടില്ല. ആ മനസ്സെങ്ങനെ കിട്ടും സുഹൃത്തുക്കളെ? ഖുർആനിന്നേ കിട്ടുള്ളൂ. അത് ഖുർആൻ നമ്മൾ പഠിക്കണം. അവിടെ അർത്ഥം പഠിക്കുമ്പോൾ അത് കിട്ടും. അർത്ഥം പഠിക്കുമ്പോൾ എന്താ പഠിക്കണം? അള്ളാഹിനെ കുറിച്ച് പഠിക്കുകയാണ്, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഖുർആൻ ഇങ്ങനെ ഓതിപ്പോണ സമയത്ത് അള്ളാഹുവിൻ്റെ നാമങ്ങളോ ഗുണങ്ങളോ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കണ്ടു നോക്കൂ. നമ്മൾ പറയും അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻതശാഫി, അല്ലാഹുവേ നീ സുഖപ്പെടുത്തുന്നവനാണ്. അല്ലാഹുവിന് അശ്ശാഫി എന്നൊരു പേരുണ്ട്. എന്തിനാ അല്ലാഹ് അശ്ശാഫി? സുഖപ്പെടുത്തുന്നവൻ. നമ്മളെ റബ്ബിന്റെ ഒരു പേരാണ് സുഖപ്പെടുത്തുന്നവൻ. എന്തിനാണ് സുഹൃത്തുക്കളെ സുഖപ്പെടുത്തുന്ന ഒരു പേര് അള്ളാഹ് സ്വീകരിച്ചത്? എന്തിനാ അറിയുങ്ങൾ? ആ പേരിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും അറിയെങ്കിൽ അസുഖം വരുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കുക? അള്ളാഹ്ക്ക് സുഖപ്പെടുത്തുന്നവനൊരു പേരില്ലേ? അള്ളാഹ് എന്തിനാണ് അങ്ങനെ ഒരു പേരുണ്ട് എന്ന് നമുക്ക് പറഞ്ഞെന്ന്? എന്തിനാ സുഹൃത്തുക്കളെ? അള്ളാഹു സുഖപ്പെടുത്തി തരുമെന്ന് നമ്മൾ അറിയിക്കാനാണ്. എനിക്ക് രോഗം വന്നാൽ എൻ്റെ റബ്ബ് എനിക്ക് സുഖപ്പെടുത്തി തരും. ഏത് മാരകമായ രോഗവും റബ്ബിനോട് പറഞ്ഞാൽ സുഖപ്പെടുത്തും. രോഗിക്ക് എന്ത് ബേജാറുള്ളത്? രോഗിക്കൊരു ബേജാറുമില്ല. ആൾക്കാർ പറഞ്ഞു അത് മാറാത്ത അസുഖമാണ്. അങ്ങനെ ഒന്നുണ്ടോ സുഹൃത്തുക്കളെ? അള്ളാഹ്ക്ക് പറ്റാത്തൊരു അസുഖമുണ്ടോ? അള്ളാഹ്ക്ക് മാറ്റാൻ കഴിയാത്തൊരു കാര്യമുണ്ടോ? അള്ളാഹു ആരാണ്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ മഹാപ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരങ്ങളും ആധിപത്യവും ഏതൊരുത്തന്റെ കൈകളിലാണോ അവൻ അനുഗ്രഹം നിറഞ്ഞവനായിരിക്കുന്നു, ബർക്കത്തുടയവനായിരിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നവനാരോ അവൻ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിയും, അവൻ എല്ലാറ്റിനും കഴിയും. സുഹൃത്തുക്കളെ, ജീവൻ കൊടുക്കാൻ പറ്റുന്നവൻ എല്ലാറ്റിനും കഴിയൂലേ? മരിപ്പിക്കാൻ കഴിയുന്നവൻ എല്ലാറ്റിനും കഴിയൂലേ? അല്ലാതെ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, അവനാണ് ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവൻ. എന്തിനും കഴിയില്ല സുഹൃത്തുക്കളെ. പടച്ചവന് കഴിയാത്തൊരു കാര്യമുണ്ടോ? നാം അള്ളാഹുവിൻ്റെ ഓരോ വിശേഷണങ്ങളും അറിയുമ്പോൾ നമുക്ക് പ്രതീക്ഷയാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബേജാറാണ് പടച്ചവനെ എന്തൊക്കെ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, ഈ തെറ്റിനൊക്കെ പാടെ എന്നെ പടച്ചോ ശിക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ പരലോകം എന്താകും എന്നാണ്. ഇപ്പോൾ നമ്മൾ ഖുർആൻ അങ്ങനെ ഓതുന്നത്. അള്ളാഹിന്റെ ഒരു വിശേഷണമാണ് എന്ത്? പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന ഗഫാർ, അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ് ഞാൻ. അള്ള പുറത്തു കൊടുക്കുന്നവൻ എന്നൊരു നാമം എന്തിനാണ് സ്വീകരിച്ചത്? അള്ള പൊറുക്കുമെന്ന് നമ്മൾ അറിയാൻ, അള്ളാഹുവോട് പൊറുക്കലിനെ ചോദിക്കാൻ എന്നാണ്. അള്ളാഹു ആരാണ് സുഹൃത്തുക്കളെ? അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. ഇതൊക്കെ അള്ളാഹിന്റെ പേരാണ്. അസ്സലാം രണ്ടർത്ഥം പറഞ്ഞു. ഒന്ന് സമാധാനം നൽകുന്നവൻ. പടച്ചോൻ വിചാരിച്ചാൽ മനസ്സിന് സമാധാനം കിട്ടും. അല്ല, എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ട സുരക്ഷിതൻ. അൽ മുഅ്മിൻ നിർഭയത്വം നൽകുന്നവൻ.
ഏത് പേടി മാറ്റും പടച്ചോൻ, ഏത് പേടിയിലും നിർഭയത്വം തരും പടച്ചോൻ. അൽ മുഅ്മിൻ അൽ മുഹൈമിൻ, എല്ലാം നോക്കി നടത്തുന്നവൻ. സുഹൃത്തുക്കളെ, ആ അള്ളാഹു എല്ലാ സമയത്തുണ്ട്. എല്ലാ സമയത്തും നമുക്ക് 5-8 മക്കളൊക്കെ ഉണ്ടാവും. ഒക്കെ ഗൾഫിലേക്കാരും അല്ലെങ്കിൽ അമേരിക്കയിലേക്കാരും വേറെ എവിടെയെങ്കിലേക്ക് കേൾക്കാരും. രാത്രി കിടക്കുമ്പോൾ നമ്മളും ഭാര്യ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. എന്നാൽ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കാവലിൽ നിന്നും അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയവുമില്ല. ഒരിക്കലും ഉറങ്ങാത്തവൻ, ഏത് പാതിരക്കുണർന്ന് അള്ളാഹ് വിളിച്ചാലും കേൾക്കുന്നവൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. അള്ളാഹു എന്ന് വെച്ചാൽ അവനല്ലാതെ ആരാധന. അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നു. മരണം എന്നൊന്ന് അള്ളാഹുവിന് ഇല്ല. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, അള്ളാഹു അല്ലാത്തതെല്ലാം നശിക്കും. ഒരിക്കലും മരിക്കാത്തവൻ, ഒരിക്കലും നശിക്കാത്തവൻ, അതാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള ഒരാൾക്ക് ലോകത്തെ എന്താ സുഹൃത്തുക്കളെ പേടിക്കാൻ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ചോദിച്ചതൊക്കെ നമുക്ക് തരാമെന്നൊരാൾ പറഞ്ഞാൽ അവൻ എന്തെങ്കിലും പേടി? എനിക്ക് പൈസ കൊടുങ്ങും, എൻ്റെ അടുത്ത് വന്നാൽ മതി, എന്ത് ബുദ്ധിമുട്ടിട്ടും എൻ്റെ അടുത്ത് തന്നാൽ മതി, അതിനുള്ള കഴിവ് അയാൾക്കുണ്ടെങ്കിൽ നമുക്ക് പേടിണ്ടാകും. എന്നാൽ സുഹൃത്തുക്കൾ, അള്ളാഹു പറയുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് അടുത്തോളി, ഫറളും സുന്നത്തും ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് അടുത്തോളിയും, എൻ്റെ അടുത്തേക്ക്, എൻ്റെ സമീപത്തേക്ക് നിങ്ങൾ വരൂ. അങ്ങനെ എന്നിലേക്ക് നിങ്ങൾ അടുത്തു കഴിഞ്ഞാൽ അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവനതു നൽകിയിരിക്കും. അങ്ങനത്തെ ഒരു പദവിക്ക് കർമ്മങ്ങളെ കൊണ്ടും ഈമാൻ കൊണ്ടും ഒരു മനുഷ്യന് എത്താൻ പറ്റുന്ന പറയണത്. അള്ളാഹു നേരിട്ട് പറയുന്ന ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹ് നിർബന്ധമാക്കിയ ഫറളും സുന്നത്തും ചെയ്ത് ഹറാമുകളൊക്കെ ഒഴിവാക്കി അള്ളാഹിന്റെ അടുത്ത് അടുത്താൽ ആ വ്യക്തി ചോദിക്കുന്നത് കൊടുക്കും. അവൻ എന്നോട് രക്ഷിക്കണേ എന്ന് പേടിച്ചുകൊണ്ട് പറഞ്ഞാൽ അവനെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും, അവന് ഞാൻ അഭയം നൽകിയിരിക്കും. പേടിയുള്ളതിൽ നിന്ന് അഭയം തരാമെന്നും ചോദിക്കുന്നതെന്തും തരാമെന്നും അള്ളാഹു പറയുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, ഇല്ലായ്മയെക്കുറിച്ചോ ഭയത്തെക്കുറിച്ചോ ആലോചിച്ച് ഞാനും നിങ്ങളും മനോവേദനപ്പെടേണ്ടതുണ്ടോ? വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു, ഉദ്ഊനി, നിന്റെ വിഷമങ്ങളെ, നിന്റെ രോഗങ്ങളെ, നിന്റെ മനപ്രയാസങ്ങളെ കുറിച്ച് നീ എന്നോട് ചോദിക്ക്, എന്നോട് പറയേ. അസ്തജിബ് ലക്കും, നിനക്ക് ഞാൻ ഉത്തരം തന്നിരിക്കും. അസ്തജിബ് ലക്കും, ഞാൻ നിനക്ക് ഉത്തരം തരും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അഹങ്കരിക്കുന്നവനാരോ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരിൻ, നിന്നനായി അവൻ നരകത്തിൽ പ്രവേശിക്കും. വഇദാ സഅലക ഇബാദി, പ്രയാസങ്ങളിൽ നിന്നുകൊണ്ട്, മനോവേദനകളിൽ നിന്നുകൊണ്ട്, കഷ്ടപ്പാടുകളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഞങ്ങളുടെ റബ്ബ് എവിടെയെന്ന് അള്ളാഹുവിൻ്റെ ദൂതരെ നിന്നോട് വന്നെൻ്റെ അടിമകൾ ചോദിച്ചാൽ, എന്നെ അവർ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അന്വേഷിച്ചാൽ, ഒരു പ്രയാസത്തിൽ അവർ എന്നെ തേടിയാൽ, നീ അവരോട് പറയണം, ഇന്നീ ഖരീബ്, ഞാൻ അവരുടെ അടുത്തുണ്ട്, ഞാൻ അവരുടെ സമീപത്തുണ്ട്. ഫൽയസ്തജീബൂലി വൽയുമിനൂ ബി, ഞാൻ അവരോട് കൽപ്പിച്ച കാര്യങ്ങളെ അവർ സ്വീകരിച്ചു കൊള്ളട്ടെ, അവരനുഷ്ഠിച്ചു കൊള്ളട്ടെ. അവരെന്നിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കുകയും ചെയ്താൽ അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും. ലഅല്ലഹും യർശുദൂൻ, അവർ ശരിയായ വഴി കണ്ടെത്തിയേക്കും. ഇത്ര ഉറപ്പ് സുഹൃത്തുക്കളെ. പടച്ചോനെ കുറിച്ച് മനസ്സിലായില്ല, പടച്ചോനെ കുറിച്ച് മനസ്സിലായില്ല. നിങ്ങൾക്ക് അറിയില്ലേ, സ്വർഗം തരാന്ന് പറഞ്ഞൊരു പ്രാർത്ഥന, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വർഗം തരാം, ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് പിന്നെ ഒന്നും വർത്താനം പറയാതെ, ഭാര്യയും ഭർത്താവിനും ഒക്കെ വർത്താനം പറയണമെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ സമയത്ത് ഈ പ്രാർത്ഥന ചൊല്ലി പിന്നെ മരിച്ചാൽ പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ലാതെ നേരെ ഉറക്കത്തിക്കണ്ട് പോയാൽ സ്വർഗം കിട്ടും ഫിത്രത്തോടു കൂടി. എന്താ പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യേകത സുഹൃത്തുക്കളെ? എന്താ? അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മെ നൽകുന്ന പ്രാർത്ഥന.
അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഅതു ലഹ്രി ഇലൈക്. അല്ലാഹുവേ, എന്നെ ഞാൻ നിന്നിലേക്ക് തിരിച്ചു വിട്ടിരിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പാർശ്വത്തെ എൻ്റെ മുതുകിനെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ മുന്നിൽ കൊണ്ടുവന്നിതാ കിടത്തിയിരിക്കുന്നു. അടുത്ത വാക്ക് നല്ലവണ്ണം ആലോചിക്കണം. റബ്ബേ, നിന്നെക്കുറിച്ച് പറയുമ്പോൾ, നിന്നിലേക്കു കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, നിന്നിൽ തവക്കുലാക്കുമ്പോൾ, റഗ്ബതൻ വറഹ്ബതൻ ഇലൈക്ക്, എനിക്ക് കിട്ടേണ്ടതിലെല്ലാം, എനിക്ക് നേടേണ്ടതിലെല്ലാം ആഗ്രഹം വെച്ചുകൊണ്ടാണ് ഞാൻ നിന്നിലേക്ക് വരുന്നത്. എനിക്കെന്തെല്ലാം ഭയങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നീ എന്നെ രക്ഷപ്പെടുത്തി തരണേ. എന്തു തേടിക്കൊണ്ടാണ് ഞാൻ നിന്നിലേക്ക് വരുന്നത്? റഗ്ബതൻ വറഹ്ബതൻ ഇലൈക്ക് ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്ക്. റബ്ബേ, വരുന്നൊരു ദുരിതത്തിൽ നിന്നും നീയല്ലാതെ രക്ഷപ്പെടുത്താൻ ഒരാളില്ല. നിന്നിൽ നിന്നല്ലാതെ ഒരഭയസ്ഥാനം എനിക്കില്ല. എൻ്റെ ബേജാറുകൾ പറയാൻ എനിക്കൊരു കേന്ദ്രമില്ല. എൻ്റെ ആഗ്രഹങ്ങൾ ചോദിക്കുവാൻ എനിക്കൊരു സങ്കേതമില്ല. അതുകൊണ്ട് റബ്ബേ, നിന്നിലേക്ക് ഞാനിതാ വരുന്നു. ഞാനൊരു വിശ്വാസിയാണ്. നീ തന്ന ഖുർആനിൽ വിശ്വസിച്ചവനാണ്. നീ അയച്ച നബിയെ സ്വീകരിച്ചവനാണ്. ആമൻതു ബി കിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. നീ അയച്ച ദൂതനിൽ ഞാൻ വിശ്വസിച്ചു, നീ ഇറക്കിയ വേദഗ്രന്ഥത്തിലും ഞാൻ വിശ്വസിച്ചു. എന്താ സുഹൃത്തുക്കളെ ആ പ്രാർത്ഥനയുടെ അർത്ഥം? ഞാൻ പറഞ്ഞു, ഈ ഖുർആൻ എന്ന അള്ളാനെ മനസ്സിലായോ? എനിക്കും നിങ്ങൾക്കും അള്ളാനെ മനസ്സിലായ ഒരാൾക്ക് എന്ത് പേടിയാ സുഹൃത്തുക്കളെ? എല്ലാറ്റിനും കഴിയുന്നവൻ, അഭയം തരുന്നവൻ, ചോദിച്ചതെല്ലാം നൽകുന്നവൻ, നമ്മുടെ സംരക്ഷകൻ, നിർഭയത്വം നൽകുന്നവൻ. അല്ലാഹു എന്താ? മുജീബു ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. സമീഉ ദുആ, മനസ്സിന്റെ വിളികളെ കേൾക്കുന്നവൻ. അങ്ങനത്തെ ഒരു പടച്ചോനെ എന്താ സുഹൃത്തുക്കൾക്ക് പേടി? നിങ്ങൾക്ക് അറിയും, എപ്പോഴും പ്രാർത്ഥനന്റെ ഫലങ്ങൾ ലോകത്ത് നിറഞ്ഞു കാണും. ഞാൻ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താ കിട്ടാത്ത സുഹൃത്തുക്കളെ മക്കത്ത്? എന്താ കിട്ടാത്തത്? നോക്കി നിങ്ങൾ, ഒന്നുമില്ലാത്ത മൊട്ടം പാറക്കല്ലുകൾ നിൽക്കുന്ന ഒരു മരുഭൂമിയിൽ, ഒരു തുള്ളി വെള്ളമില്ലാത്തൊരു സ്ഥലത്ത്, ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് മുഴുവൻ കിട്ടിയത് ഒരു വരി പ്രാർത്ഥന കൊണ്ടാണ്. ആലോചിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി. ആ കിട്ടിയത് ആ ഒരു നൂറ്റാണ്ടിൽ അവസാനിച്ചില്ല. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന നൂറ്റാണ്ടിലും മക്കത്ത് അതൊക്കെ ഉണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഒക്കെ ആ പ്രാർത്ഥന തന്നെ കിട്ടും. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, റബ്ബേ, എൻ്റെ മക്കളെ ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. ബിവാദിൻ ഗൈരി ദി സർ, കൃഷികളില്ലാത്ത ഒരു പ്രദേശത്ത് ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുവന്നിരിക്കുന്നു. വെള്ളമില്ലാത്തൊരു ഭൂമിയിൽ ഞാനിതാ എൻ്റെ മക്കളെ പാർപ്പിച്ചിരിക്കുന്നു. വർസുഖുഹും മിനസ് സമറാത്ത്, അവർക്ക് പഴങ്ങളിൽ നിന്ന് ഭക്ഷണങ്ങൾ നൽകണം. വജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം, ജനങ്ങൾ മുഴുവനും ഈ നാട്ടിലേക്ക് വരുന്നൊരവസ്ഥ നീ ഉണ്ടാക്കണം. ഈ നാടിനെ ജനനിബിഡമാക്കണം, നാഗരികമാക്കണം, ജനസാന്ദ്രമാക്കണം. ആ പ്രാർത്ഥനകളും വരികളും അല്ല സ്വീകരിച്ചില്ലേ സുഹൃത്തുക്കളെ? ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് അവിടുത്തെ ഹോട്ടലുകളിലും കാബന്റെ പരിസരങ്ങളിലും താമസിച്ചു ജീവിത വിഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തെ അത്യുന്നതമായ ഭക്ഷണങ്ങൾ അവിടെ നിന്ന് അവർ കഴിച്ചു കൊണ്ടിരിക്കുന്നു. നാം ആലോചിക്കണം, അള്ളാഹുവോട് ചോദിച്ചതിന് അള്ളാഹു ഉത്തരം നൽകാതിരുന്നിട്ടില്ല. സുഹൃത്തുക്കളെ, പ്രതീക്ഷ വേണം, വിശ്വാസം വേണം, യഖീൻ വേണം, ഉറപ്പ് വേണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വായിച്ച സമാധാനം കിട്ടും. പക്ഷേ ഖുർആൻ എന്ന അള്ളാഹിനെ പറ്റി പഠിക്കണം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കണം, പ്രാർത്ഥനകൾ പഠിക്കണം, പ്രാർത്ഥനകൾക്ക് കിട്ടിയ ഉത്തരങ്ങൾ പഠിക്കണം. അതൊക്കെ വരുമ്പോൾ സുഹൃത്തുക്കളെ സമാധാനവും സന്തോഷവും നമുക്ക് വരുന്നതാണ്. എല്ലാ ഭയത്തിൽ നിന്ന് മോചനമാണ് ദീന്. ദീനിങ്ങനെ കേട്ടോളിയും കൈനൊക്കെ ചെയ്തോളിയും, പേടില്ലാതെ ജീവിക്കാം. എങ്ങനെ സുഹൃത്തുക്കളെ പേടില്ലാതെ ജീവിക്കാൻ പറ്റുക? പേടില്ലാതെ ജീവിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന എന്താ അറിയങ്ങൾ? ഞാൻ നിങ്ങളിങ്ങനെ ഒരു മിനിറ്റ് പ്രസംഗം നിർത്തിയിട്ട് ആലോചിക്കുക, പടച്ചോനെ
ഇൻ്റെ അടുത്ത് എന്തെങ്കിലും അത്ര ഗൗരവപരമായ തെറ്റ് വന്നിട്ടുണ്ടോ? അള്ളാഹും റസൂലും വിരോധിച്ചൊരു തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞാൽ നമുക്ക് പേടില്ല സുഹൃത്തുക്കളെ. പക്ഷെ ചെയ്തു പോയിട്ടുണ്ടോ? പേടി പോകൂല. വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ തെറ്റൂലട്ടോ. ഇത് അതേപോലെ പുലരും സുഹൃത്തുക്കളെ ഖുർആന്റെ വാചകങ്ങൾ. എന്തേ അല്ലാഹ് പറഞ്ഞു? അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമ, അവരുടെ വിശ്വാസത്തിൽ അവർ ദുൽമിനെ കൂട്ടിക്കലർത്തിയിട്ടില്ല. ദുൽമെന്ന് പറഞ്ഞാൽ ശിർക്ക് ദുൽമാണ്. ഇന്ന ശിർക്കല ദുൽമുൻ അദീം, വ്യഭിചാരം ദുൽമാണ്. തെറ്റെന്ന് പറഞ്ഞ് ഇസ്ലാം എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ദുൽമാണ്. അങ്ങനത്തെ ഒരു ദുൽമും ഹറാമും വിശ്വസിച്ച് ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടില്ലെങ്കിൽ ഉലൈക ലഹുമുൽ അംന്, അവന് നിർഭയത്വമുണ്ട്, അവന് പേടിയില്ല, അവൻ ആശങ്കപ്പെടേണ്ടതില്ല, അവൻ അസ്വസ്ഥനല്ല, അവൻ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. ആ സമാധാനം ഏതു മനസ്സിനുണ്ടോ അവർക്കേ ഹിദായത്ത് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ സമാധാനം ഏതു മനസ്സിനുണ്ടോ ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ, അവർക്കാണ് സന്മാർഗം കിട്ടിയത്. സന്മാർഗത്തിലല്ലാതെ ജീവിക്കുന്നവൻ ഒരിക്കലും മനസ്സമാധാനത്തോടെ ജീവിക്കുക സാധ്യമല്ല. നാം ആലോചിക്കണം സുഹൃത്തുക്കളെ. പറ്റൂല എന്നാണ് ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഭീഷണി നമുക്കുള്ളത്. ഞാൻ പറയും, നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് ലോകത്തെ എല്ലാ പ്രവാചകന്മാരോടും നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഞങ്ങളെ മതത്തിക്ക് വരിക, ഗർവാപ്പസി നമ്മളെ മതത്തിക്ക് വരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നാട്ടിൽ നിന്ന് പുറത്തു പോവുക. ദാ ഖുർആൻ പറയണു, പ്രവാചകന്മാരോട് നാട്ടുകാർ പറഞ്ഞു, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, സത്യനിഷേധികളായ ആളുകൾ അവരുടെ ദൂതന്മാരോട് പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർളിനാ, ഞങ്ങളുടെ നാട്ടിൽ നിന്നും നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും. ഞങ്ങളെ നാട് ആണ്, ഓല നാട്ടുകാരാണ്. പക്ഷെ ഓരോട് പറയുമ്പോൾ ഇവരെന്താ പറയണത്? ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പുറത്താക്കും. ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ ദീനിക്ക് തിരിച്ചു വരിക. ഈ രണ്ട് വഴിയാണ്. ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് പോവുക, അല്ലെങ്കിൽ ഞങ്ങളെ മതത്തിക്ക് തിരിച്ചു വരിക. പ്രവാചകന്മാരോടാവുന്നതുകൊണ്ട് ഓൽക്ക് അള്ളാഹുവിനായിട്ട് നേരിട്ട് കണക്ഷനാണ്. അപ്പൊ അള്ളാഹ് മറുപടി കൊടുത്തു. ഭീഷണിപ്പെടുത്തുന്ന ശത്രുക്കളുടെ വാക്ക് കേട്ടപ്പോൾ പ്രവാചകന്മാർക്ക് എന്താ അള്ളാഹ് കൊടുത്ത മറുപടി? നല്ല ശ്രദ്ധിച്ച് കേട്ടോളി. ഫഔഹാ ഇലൈഹിം റബ്ബുഹും, റബ്ബ് അവർക്ക് വഹിയിലൂടെ പറഞ്ഞു കൊടുത്തു, ലനുഹ്ലികന്നദ്ദാലിമീൻ, അക്രമികളെ മുഴുവനും ഞാൻ നിങ്ങൾക്ക് നശിപ്പിച്ചു തരാം. നിങ്ങളുടെ അസ്തിത്വത്തെ ഭീഷണിപ്പെടുത്തുന്ന, നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്ന, നിങ്ങളുടെ നിർബന്ധപൂർവം അവിടെ മരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവരെ നശിപ്പിച്ചു തരാമെന്നത് ഞാൻ ഏറ്റു. അള്ളാഹ്ക്ക് വല്ല പണിയുണ്ടോ സുഹൃത്തുക്കളെ? വലിയ കണ്ണുരുട്ടി പിന്നെ ചോര കണ്ണ് കാണിച്ച് പേടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പടച്ചോന് വല്ല നമുക്ക് വിശ്വാസം വേണം. അള്ളാഹ്ക്ക് പറ്റുന്ന നമ്മൾ നാലാളെ കൊണ്ട് അതൊക്കെ നടക്കണമെന്ന് വിശ്വസിച്ചാൽ വല്ല സമാധാനം കിട്ടും സുഹൃത്തുക്കളെ. ലനുഹ്ലികന്നദ്ദാലിമീൻ, അക്രമികളൊക്കെ ഞാൻ നിങ്ങൾക്ക് നശിപ്പിച്ചു തരാമെന്നാണ്. വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, അവരെ നശിപ്പിച്ചതിനു ശേഷം ഈ നാട്ടിൽ തന്നെ നിങ്ങളെ ഞാൻ പാർപ്പിച്ചു തരുകയും ചെയ്യാം. പക്ഷേ രണ്ടു നിബന്ധനകളുണ്ട്. ആ നിബന്ധനയുള്ളവർക്ക് സമാധാനത്തോടെ ഇവിടെ തന്നെ ജീവിക്കാം. ഒരു ശത്രുവിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താണ് സുഹൃത്തുക്കളെ ആ നിബന്ധന? ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. ദാലിക ലിമൻ ഖാഫ മഖാമി, എൻ്റെ സാന്നിധ്യം ഭയപ്പെട്ടവനാരോ നാളെ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ ഈ കൊടുക്കുന്ന പണത്തിനു കണക്ക് പറയണ്ടേ. നാളെ ഞാൻ ഈ കാണിക്കുന്ന ഹറാമുകൾക്ക്, ഞാൻ വാങ്ങുന്ന പലിശക്ക്, ഞാൻ കൊടുക്കുന്ന പലിശക്ക്, ഞാൻ നോക്കുന്ന ഹറാമായ നോട്ടത്തിന്, ഞാൻ രഹസ്യമായി ചെയ്ത 100 കൂട്ടം തിന്മകൾക്ക് റബ്ബിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ മറുപടി പറയണ്ടേ എന്ന ബോധം
ആർക്കാണോ ഉള്ളത്, ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, എന്റെ താക്കീതുകളെ ഭയപ്പെടുന്നവൻ. പടച്ചോൻ പറഞ്ഞതാണല്ലോ, അത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ഭയത്തോടുകൂടെ ചിന്തിക്കുന്നവനാരോ അവരെ ഞാൻ ഇവിടെ തന്നെ താമസിപ്പിക്കും, അവർക്ക് ഞാൻ ഇവിടെ അഭയം നൽകും, അവരെ ഭീഷണിപ്പെടുത്തുന്നവരെ ഞാൻ നശിപ്പിച്ചു കളയും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിലെ 13-14 ആയത്ത് പറയാണ്, സുഹൃത്തുക്കളെ ഒന്നും വേണ്ട, തഖ്വ മതി. തഖ്വയുള്ളവൻ എവിടെ കുടുങ്ങിയാലും ഒരു വഴി അവിടെ തെളിയും. തഖ്വയുള്ളവൻ എവിടെ കുടുങ്ങിയാലും അവിടെ ഒരു വഴി തെളിയും. അത് അള്ളാഹുവിന്റെ വാഗ്ദത്തം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാരോ അവനൊരു മഖ്റജ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അവൻ കുടുങ്ങി നിൽക്കുന്നിടത്ത് നിന്ന് പുറത്തേക്കു കടക്കാൻ ഒരു വഴി ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ വാഗ്ദത്തം. അള്ളാഹുവിൽ വിശ്വാസമുള്ളവർക്ക് എന്തു പേടി? സുഹൃത്തുക്കളെ, ഭയപ്പെടേണ്ടത് വാളിനെയല്ല, തോക്കിനെയല്ല, ബൂട്ടിനെയല്ല. നാം ഭയപ്പെടേണ്ടത് നമ്മുടെ പാപങ്ങളെയാണ്, നമ്മുടെ തെറ്റുകളെയാണ്, നമ്മുടെ ദോഷങ്ങളെയാണ്. അതു നമ്മളെ നശിപ്പിച്ചേ അടങ്ങൂ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദങ്ക, എൻ്റെ ഉത്ബോധനങ്ങളെ അവഗണിച്ചവനാരോ അവന് കുടുസായ ഒരു ജീവിതമുണ്ടായിരിക്കും. فأما من بخل واستغنى وكذب بالحسنى, പിശുക്കു കാണിച്ചവൻ, ഏറ്റവും സത്യമായതിനെ കളവാക്കിയവൻ, ഖുർആനിന്റെ സന്ദേശങ്ങളെ കളവാക്കിയവൻ, ഇസ്ലാമിനെ കളവാക്കിയവൻ, സത്യമാണെന്ന് ബോധ്യമുള്ള അനേകം കൽപ്പനകളെ കളവാക്കിയവൻ, വകദ്ദബ ബിൽ ഹുസ്ന, തൗഹീദിനെ കളവാക്കിയവൻ, വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, ഏറ്റവും പ്രയാസമുള്ളതിലേക്ക്, ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക്, ഏറ്റവും ദുരിതം നിറഞ്ഞതിലേക്ക് അവനെ ഞാൻ വേഗത്തിലെത്തിക്കും, പെട്ടെന്നെത്തിക്കും. അതിലേക്ക് എത്താനുള്ള സൗകര്യം അവന് ഞാൻ ചെയ്തു കൊടുക്കും. ഇപ്പൊ സുഹൃത്തുക്കളെ, പേടി പോകാൻ എന്താ കാര്യം? ദീനിക്ക് മടങ്ങുക, ദീനിക്ക് മടങ്ങുക. പേടി പോകാൻ വേറെ മാർഗമല്ല സുഹൃത്തുക്കളെ. മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. മരുന്നിന്റെ ഡോസ് പോയാൽ പേടി തിരിച്ചു വരും. മരുന്നിന്റെ ഡോസ് പോയാൽ പേടി തിരിച്ചു വരും. പേടി പോകാൻ എന്താണ്? നമുക്ക് ദീൻ ഉൾക്കൊള്ളുക, അതല്ലാതെ മാർഗമില്ല സുഹൃത്തുക്കളെ. സുരക്ഷയാണ് ദീന്, നമ്മുടെ കാവലാണ് ദീന്. നമുക്കുള്ള കാവല് ഈ ദീനാണ്, നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ പല ആൾക്കാരും മനസ്സിലാക്കി നമ്മുടെ കാവല് അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി, അല്ലാഹുവേ എൻ്റെ ദീനിനെ നീ എനിക്ക് നന്നാക്കി തരണം, എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും സുരക്ഷയാകുന്നു ദീന്. ദീനിന്റെ നിയമം പാലിച്ചുകൊണ്ട് ചെയ്ത ഒരു കാര്യത്തിൽ ഒരപകടം എനിക്കും നിങ്ങൾക്കും വന്നു ചേരുകയില്ല, ഒരിക്കലും വരൂല സുഹൃത്തുക്കളെ. 20 ലക്ഷമാണ് എൻ്റെ ഒരു സുഹൃത്ത് പരിചയക്കാരനെ എടുത്തത്. ഒരു 20 ലക്ഷം. ഇപ്പം അയാൾ അടക്കേണ്ട 25 ലക്ഷമാണ്. അപ്പം എന്നാൽ എല്ലാവരും പാടെ കൂടി കുറച്ച് പൈസയൊക്കെ വായ്പ കൊടുത്ത് ഊപ്പരത് രക്ഷപ്പെടുത്താൻ നോക്കാന്ന് പറഞ്ഞപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കാണ്. അവർ പറഞ്ഞത് ഒന്നായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, ആ ഡേറ്റ് ആകുമ്പോഴേക്ക് നമുക്കിത് വീട്ടിൽ തരാൻ പറ്റുള്ളൂ. എന്താ ദുരിതം സുഹൃത്തുക്കളെ? 20-ന് 25 ലക്ഷം, 5 ലക്ഷം പലിശ. നാം ആലോചിക്കണതൊക്കെ എടുക്കാൻ നിൽക്കണ പോലെ എന്താ വിചാരിക്കുക നിങ്ങൾ? ഇതും വന്ന് ഒരു ലോണ് വീട്ടാൻ വേണ്ടി അതിനേക്കാളും വലിയ ലോൺ എടുക്കും, പിന്നെ അത് വീട്ടാൻ അതിനേക്കാളും വലിയ ലോൺ എടുക്കും, എന്നിട്ട് കഴിച്ചിലാവുന്ന വിചാരിക്കണ സുഹൃത്തുക്കളെ. ഒരിക്കലും രക്ഷപ്പെടില്ല. കാരണം ഈ ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ അള്ള തരേണ്ടതാണ്. ഈ നോട്ടും എഴുതിയ സംഖ്യക്ക് എന്ത് കുരുത്തല്ല, ഒരു ബർക്കത്തല്ല സുഹൃത്തുക്കളെ. ആ സംഖ്യക്ക് ഒരു കുരുത്തമല്ല, മനസ്സിലായി? ഒരു കുരുത്തമല്ല. നമ്മളെന്താ ഒരുക്കി വെച്ചിട്ട് ഒരു 10, 2 ലക്ഷം 3 ലക്ഷം അവിടെ ഒരുക്കി വെച്ചിക്കണത്. ഏതോ ഒരാൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അയൽവാസി വന്നിട്ട് പറഞ്ഞു മോളെ പ്രസവത്തിന് അഡ്മിറ്റ് ആക്കിയതാണ്, മരുവൻ ഗൾഫിലാണോ, പൈസ അയക്കും, 3 ദിവസം കൊണ്ട് പൈസ ഇവിടെ കിട്ടും, 1,500 റുപ്യ ഹോസ്പിറ്റലിൽ കൊണ്ടാകാൻ. ഇവിടെ പൈസ ഒന്നുമില്ലല്ലോ കുട്ടിയെന്നാ നമ്മൾ പറയാ. 3 ലക്ഷം അവിടെ ഇരിക്കുമ്പോൾ പൈസ ഒന്നുമില്ലല്ലോ കുട്ടിയെ. നമ്മൾ മനസ്സിലാക്കണം, ആ 3 ലക്ഷത്തിന്റെ ബർക്കത്ത് തരേണ്ട പടച്ചോൻ കേൾക്കുന്നുണ്ട്. ഇവൻ മുറ്റത്ത് നെഞ്ചിടിപ്പോടെ വന്നു നിൽക്കുന്നത് കേൾക്കുന്നുണ്ട്. നമുക്ക് വല്ല ബോധമുണ്ട് സുഹൃത്തുക്കളെ? 5,000 റുപ്യ കൊടുത്തിട്ട് പോയി വിചാരിക്കുക, എന്താ സംഭവിക്കുക? എവിടേക്കേലും പോകുമോ? അല്ല തരൂലേ? നേരം വെളുക്കുമ്പോൾ ഒരു മലക്ക് പറയണില്ലേ, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ വഅഅ്തി മുംസികൻ തലഫ,
ചെലവഴിച്ചവന് പിന്നെയും കൊടുക്ക് പടച്ചവനെ എന്ന് മലക്കിന്റെ പ്രാർത്ഥനയാണ്. പിടിച്ചു വെച്ചവൻ്റെത് നശിപ്പിച്ചു കളയെ. സുഹൃത്തുക്കളെ, എത്ര ലക്ഷങ്ങളും കോടികളും ഒരു ഉപകാരവുമില്ലാതെ പോയവർ ചിന്തിക്കണം, മലക്കിന്റെ പ്രാർത്ഥനയാണോ കാരണം? മലക്കിന്റെ പ്രാർത്ഥനയാണോ കാരണം? വീട്ടിൽ പണം വെച്ചിട്ടും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കു നൽകാതെ, ചിലവഴിക്കാതെ, സ്വന്തം കുടുംബത്തിൽ പട്ടിണി കിടക്കുന്ന ഉടപ്പറപ്പായ പെങ്ങളുടെ വീട്ടിൽ അരി വാങ്ങാനില്ലാഞ്ഞിട്ടൊരു 100 രൂപയെങ്കിലും അവിടെ കയ്യിൽ അഭിമാനത്തോടെ വെച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവന്റെ പണം അവന്റെ കയ്യിൽ നിലനിൽക്കാതെ നിനക്കു ലാഭം തരാമെന്ന് പറഞ്ഞ ആളുകൾ ചോദിച്ചു വാങ്ങി, ഷെയർ ചേർക്കാമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങി, അവസാനം ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അവസാനം തൂങ്ങി മരിച്ചോ, നാട് വിട്ടു പോയി. ലക്ഷങ്ങളെ കൊണ്ട് മുങ്ങിപ്പോയവന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ സുഹൃത്തുക്കളെ, പണമില്ലെന്ന് പറഞ്ഞ പലരും അതാ ലക്ഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാഹുമ്മ അത്തേ മുംസിക്കൻ തലഫ, സമ്പത്ത് പിടിച്ചു വെച്ചവനെ നശിപ്പിക്കണേ എന്ന മലക്കിന്റെ പ്രാർത്ഥന ഫലിച്ചതാണോ എന്ന് ഞാനും നിങ്ങളും മനസ്സുകൊണ്ട് ആലോചിക്കണം. 1,00,000 രൂപയ്ക്ക് 2,500 രൂപയാണ് ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ സക്കാത്തിന്റെ പണം പോലും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചതിന്റെ ദുരന്തം ഇഹലോകത്തും പരലോകത്തും ഏറ്റുവാങ്ങേണ്ടി വരും. സുരക്ഷയാണ് ദീന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ധനം സുരക്ഷിതമാകണോ? അല്ലാഹ് പറഞ്ഞതുപോലെ ധനത്തിനോട് ഇടപെടണം. ശരീരം സുരക്ഷിതമാകണോ? അല്ലാഹ് പറഞ്ഞതുപോലെ ഇടപെടണം. ഒരു സുഹൃത്തിന് ക്യാൻസർ വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു, കീമോതെറാപ്പി കഴിഞ്ഞു. എവിടെയാ നിങ്ങൾ? തൊണ്ടക്ക്. ഡോക്ടർ അയാളോട് പറഞ്ഞു പുക വലിക്കാൻ പറ്റൂല എന്നാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് മുറി ഉണങ്ങി അയാൾക്ക് ആകെ ബീഡിയ വലിക്കുകയാണ്. സിഗരറ്റ് അല്ല, ബീഡിയ വലിച്ചങ്ങനെ പോകും. മനസ്സിലായില്ലേ? ഇപ്പം എന്താ, ഹാർട്ടിന്റെ വർക്കിങ്ങിനുള്ള എല്ലാ ശക്തിയും കുറഞ്ഞു. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, എരിപൊരി സഞ്ചാരം അടിച്ച് കിടക്കുകയാണ്. ആലോചനകള് എന്താ അവസ്ഥ. പക്ഷെ നിർത്താൻ പറ്റില്ല അയാൾക്ക്. ഈ വലിക്കുന്ന ബീഡി വലിച്ചെറിയാൻ അയാളുടെ മനസ്സിന് ശക്തി ഉണ്ടായില്ല. അറിയാം നിങ്ങൾക്ക്, മെഡിക്കൽ കോളേജിൽ നമ്മുടെ അനുഭവം എന്ത്, പുക വലിച്ചിട്ട് ശ്വാസകോശത്തിന് ഹോള് വന്നു, ദ്വാരം വീണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അടച്ചിട്ടേ ഭാര്യയാണ് ബൈസ്റ്റാൻഡറായി നിൽക്കുന്നത്. ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ. ബാത്റൂമിൽ കയറിയപ്പോൾ അവിടുന്ന് പോകാ. ആലോചിക്കുകയാണ്, ബാത്റൂമിൽ കയറിയപ്പോൾ അവിടുന്ന് പോകാ, വീടിന്റെ പോകാ. ആലോചിക്കണം നമ്മുടെ അവസ്ഥ. ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ സുരക്ഷിതമാകോ സുഹൃത്തുക്കളെ? തടി അല്ലാഹ് പറഞ്ഞോടത്ത് നിൽക്കണം. അല്ലാതെ സുരക്ഷിതാവൂല. ഇപ്പതാ കണ്ണീരാണ്. ഞാൻ അങ്ങോട്ട് പ്രത്യേകം പറയാണ്, കുട്ടികളിലുള്ള ഞാൻ പ്രത്യേകം പറയാണ് സുഹൃത്തുക്കളെ, പേടിക്കണം നിങ്ങൾ. കാരണം എന്താ വെച്ചാൽ, കല്യാണം കഴിഞ്ഞാൽ 1 ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കിന് തലാക്കാണ്. സുരക്ഷിതരല്ല നമ്മളെ മക്കൾ. എന്തേ സുരക്ഷിതരാവാതിരിക്കാൻ കാരണം? ദീനില്ലാത്തത് കൊണ്ടാണ്. ദീനില്ലാത്തതുകൊണ്ട്. എന്താ പറയാൻ കാരണം നിങ്ങള്? നമ്മളെ പ്രായപൂർത്തിയായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ കാണാത്ത പല സ്വകാര്യതകളും ഉണ്ടാവും. ആ കള്ളി എപ്പോഴാ വെളിച്ചത്ത് വരാറുകൾ? കല്യാണം കഴിക്കുമ്പോൾ വെളിച്ചത്ത് വരും. ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം പെൺകുട്ടി, അവൾ ഇനി ഇല്ല പറഞ്ഞു. 2 കൂട്ടരും ഓളം വാപ്പിമ്മയും അവന്റെ വാപ്പിമ്മയും ഒക്കെ പാടെ കൊണ്ടുവന്നിരിക്കും. ഇപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, എന്തേ മോളെ? അപ്പൊ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ഒരാളെന്നല്ല ഉസ്താദെ വിചാരിച്ചു. അപ്പൊ എങ്ങനത്തെ ഒരാള്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊടുന്ന അന്നത്തെ ദിവസം അയാൾ സുബൈ നിസ്കരിച്ചിട്ടില്ല. നിങ്ങൾ അറിയോ? എന്നോട് പറയാണ്, നിങ്ങൾ വിളിച്ചോളും ചോദിച്ചോളിയും. സുബൈ നിസ്കരിച്ചിട്ടില്ല. സുബൈ പള്ളി പോയിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല, നിസ്കരിക്കണ്ടേ? 9 മണി വരെ അയാൾ നിസ്കരിച്ചിട്ടില്ല. ഇനി 1-ാമത്തെ ദിവസം സുബൈ നിസ്കരിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാളെ കൂടെ ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യം ഉണ്ടാവുമെന്നാ അവള് ചോദിക്കണത്. മനസ്സിലായി? അതുകൊണ്ട് ഈ വേഗം ഒഴിവാകല്ലേ നല്ലത് എന്നൊരു പെൺകുട്ടി ചോദിച്ചു. വേറൊരു പെൺകുട്ടി എന്താ പറയുക, സുബൈ ആയപ്പോൾ വിളിച്ചു, വീട്ടിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി. എന്താന്നോള് പറയില്ല. അങ്ങനെ വന്നു. ഞാൻ ചോദിച്ചു, ഒന്നുമില്ല. ഓൻ റൂമിക്ക് വന്ന് കയറി ഓൻ്റെ പോക്കറ്റ് നോക്കുമ്പോൾ പോക്കറ്റിൽ എന്താണ്? ഹാൻഡ്സ്. അത് കണ്ടപ്പോൾ ഞാൻ തിരിഞ്ഞു കിടന്നു. പിന്നെ അയാളെ തൊടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. മനസ്സിലായി? ആ ഹാൻഡ്സിന്റെ പാക്കറ്റ് ഞാൻ ആദ്യമായിട്ട് കാണാൻ, എനിക്കത് മനസ്സിലായി. അതാണ്
ഇനി വേണ്ട. ഓനിപ്പോ എത്ര നമുക്ക് കാല് പിടിച്ച് കരഞ്ഞു നോക്കി, വന്നില്ല. സുഹൃത്തുക്കളെ, പല പരിപാടി ഉണ്ടാവും. ഈ ആൺകുട്ടികളൊക്കെ ഫോണും വേണേ. ഈ കാണുന്നതൊന്നും വാപ്പിയമ്മയും കണ്ടുപിടിക്കൂല. ഫോണിന് ലോക്കാണ്, ബാത്റൂമിന്റെ ഉള്ളിലാണ്, പുതപ്പിന്റെ ഉള്ളിലാണ്, റൂമിന്റെ ഉള്ളിലാണ്. പക്ഷേ നിങ്ങൾക്കറിയോ, ഈ രതിവൈകൃതങ്ങൾ കാണുന്ന ഒരു ചെറുപ്പക്കാരന് 24 മണിക്കൂർ കാണാതെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. അപ്പോൾ അവൻ എപ്പോഴെങ്കിലും അത് ഓപ്പണാക്കും. ഓപ്പണാക്കിയാൽ മറ്റാരും കണ്ടില്ലെങ്കിലും അവന്റെ ഭാര്യ അത് കാണും. നോക്കി, ഇപ്പോ ചൈനയ്ക്ക് പർച്ചേസിങ്ങിന് പോണ ഒരാളെ ഭാര്യ പിടിച്ചു, അവിഹിത ബന്ധത്തിന് പിടിച്ചു. അപ്പൊ എങ്ങനെയാണ്, ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇയാൾ ഇങ്ങനത്തെ വേണ്ടാത്തരത്തിന് പോകുന്നുണ്ടെന്ന് മനസ്സിലായത്? ആ സ്ത്രീ പറഞ്ഞ മറുപടി എന്താ അറിയോ? അത് എന്നോട് 19 കൊല്ലായിട്ട് മൂപ്പര് കാണിച്ചൊരു മാനസിക അടുപ്പുണ്ട്. അതണ്ട് പോയപ്പോ എനിക്ക് മനസ്സിലായി വേറെ എവിടെയോ ഒരാളുണ്ട്. വേറെ ഒന്നും കണ്ടിട്ടല്ല, ഫോണ് കണ്ടിട്ടല്ല, അയാൾ ഏതെങ്കിലും ലോഡ്ജിൽ നിന്ന് കണ്ടിട്ടല്ല, പെണ്ണുങ്ങളാരുടെയും കൂടെ ഹോട്ടലിൽ നിന്ന് കണ്ടിട്ടല്ല, എന്നോടുള്ള ഒരു അറ്റാച്ച്മെന്റ് പോയപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ അല്ലായിരുന്നു അയാൾ, അത് സത്യമായിരുന്നു. അവളുടെ അന്വേഷണങ്ങൾക്ക് ഫലം കണ്ടു. അയാൾ നിഷേധിച്ചു. എത്രയോ വർഷങ്ങളായിട്ട് എന്താണ്, പിന്നെ അന്യ സംസ്ഥാനത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ അയാൾ ഭാര്യയെക്കാളും ബന്ധത്തിൽ കൊണ്ടുനടക്കാണ്. അക്കൗണ്ടിലുള്ള ലക്ഷക്കണക്കിന് രൂപ അവൾക്ക് വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ്. അവളുള്ള പിന്നെ അങ്ങേയറ്റത്ത് ഉത്തർപ്രദേശത്ത് ഏതോ ഉൾമൂലയിലുള്ള ഒരു സ്ഥലത്ത് അവളുടെ വീട്ടിൽ എത്രയോ തവണ അയാൾ പോയിട്ടുണ്ട്. അതൊക്കെ അവൾ കണ്ടുപിടിച്ചത് എങ്ങനെ? പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും, ഭാര്യമാരെ ആണുങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾക്ക് ദീനില്ലെങ്കിൽ അവർക്കൊരു കുടുംബ ജീവിതമില്ല. അവർക്കൊരു കുടുംബ ജീവിതമില്ല. ഇതൊന്നും തമാശയായിട്ട് കാണണ്ട. നമ്മളിപ്പോൾ പ്രോഫ്കോണിന് കുട്ടികളെ കൊണ്ടുവരണം പറയുമ്പോൾ, സിയാറിക്ക് കുട്ടികളെ കൊണ്ടുവരണം പറയുമ്പോൾ ഒക്കെ ആൾക്കാർ പറയും അതൊക്കെ ഓല് വലുതാവുമ്പോൾ പഠിച്ചോളൂന്ന്. വലുതായ അതിനൊന്നും നേരം ഉണ്ടാവൂല. അതിൻ്റെ ഗുണങ്ങൾ കിട്ടണോ, ഇപ്പം അത് കിട്ടിയാലേ ജീവിതത്തിൽ ഉണ്ടാവൂ. നല്ല അച്ചടക്കമുള്ള, നല്ല സൂക്ഷ്മതയുള്ള ആളുകളുടെ കൂടെ മാത്രമേ ഒരു ദാമ്പത്യം മുന്നോട്ട് പോവുള്ളൂ. സുഹൃത്തുക്കളെ, പോവില്ല. സുരക്ഷിതമാണത്. നല്ലോണങ്ങൾ ആലോചിക്കണം. നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ദീനാണ്. ഒരായത്ത് നോക്കി നിങ്ങള്, എല്ലാം നമ്മുടെ സഹോദരിമാര് പ്രത്യേകിച്ച് കേൾക്കേണ്ടതാണ്. യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. യാ അയ്യുഹൻ നബിയു, പ്രവാചകരെ, കുല്ലി അസ്വാജിക, താങ്കളുടെ ഭാര്യമാരെ വിളിച്ചു താങ്കൾ പറയണം. വബനാതിക, താങ്കളുടെ പെൺമക്കളോട് പറയണം. വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങളുടെ ഭാര്യമാരായ സ്ത്രീകളോട്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് താങ്കൾ പറയണം. എന്താണ് പറയേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങളെ ദേഹത്തിലൂടെ തൂക്കിയിടണമെന്ന് പറയണം. 2 വാക്കിലെ ഇസ്ലാമിന്റെ വസ്ത്രധാരണം എന്താന്ന് പടച്ചോൻ ഈ ആയത്തിൽ നമുക്ക് പറഞ്ഞു. തൂക്കിയിടുക. തൂക്കിയിടുക പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ തൂക്കിയിടുക പറഞ്ഞാൽ തൂങ്ങിക്കിടക്കണം എന്നാണ്. വസ്ത്രം ഒട്ടിച്ചേരാൻ പറ്റൂല സുഹൃത്തുക്കളെ. തൂങ്ങിക്കിടക്കണം, ലൂസായി കിടക്കണം. ഉള്ളിത്തത് സുതാര്യമായി, ഉള്ളിലെ ആന്തരിക വസ്ത്രങ്ങൾ ഇന്നർ വേഴ്സ് കാണുന്ന രൂപത്തിലാകാൻ പറ്റൂല. മുഴുവൻ മറഞ്ഞിരിക്കണം. ഉമ്മമാരെ നിങ്ങൾ ആലോചിച്ചോളും, കുട്ടികൾക്ക് 2 സൈഡും പിടിച്ച് ചുരിദാറും കഴുത്ത് കാണുന്ന പിന്നെ ടോപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ആൾക്കാർ മനസ്സിലാക്കില്ല. 4 പെൺകുട്ടികൾ അവിടുന്ന് ഇങ്ങനെയാണ് വരികയാണ്. 4 പെൺകുട്ടികൾ 10ാം ക്ലാസ്സിലോ +2 +1 +2 കോളേജിലോ ആ 4 പെൺകുട്ടികൾ വരുമ്പോൾ 4 ആക്കും 4 വേഷമാണ്. അതിലേറ്റവും മോശം വേഷം ഏത് പെൺകുട്ടിയാണോ ധരിച്ചത്, ആ പെൺകുട്ടിയെയാണ് മനസ്സിന് രോഗമുള്ളവർ നോക്കുക. ഓലൈക്ക് നോക്കുള്ളൂ, മറ്റേ 3 പെൺകുട്ടികളിൽ നോക്കൂല. അപകടകാരികളായ കണ്ണുകളുണ്ട്. ആ കണ്ണുകൾ ഏതു ദേഹത്ത് പതിയണമെന്ന് വീട്ടിൽ നിന്ന് മക്കളെ ഇറക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കണം. മനസ്സിലായില്ല? അതെ, അവരുടെ കണ്ണിൽ അവർക്കൊരു മോഹം മനസ്സിൽ ഉദിച്ചാൽ പിന്നെ നിങ്ങളുടെ കുട്ടി നിങ്ങൾക്കില്ല, നിങ്ങളുടെ കുട്ടി നിങ്ങൾക്കില്ല. ഞാൻ എത്രയോ പ്രേമ ബന്ധങ്ങളെ കുറിച്ച് കേട്ട മനുഷ്യനാണ്. ആ പെൺകുട്ടി പറയാൻ തരാം, 6 മാസം പിന്നാലെ നടന്നിട്ട് ഞാൻ സമ്മതിക്കാതെ കൊണ്ടുനടന്നിട്ടുണ്ട്. പക്ഷെ അവസാനം ഞാൻ വീണു വീഴ്ത്തിയിരിക്കും. മനസ്സിൽ മോഹിച്ചൊരു പെണ്ണിനെ വീഴ്ത്തിയിരിക്കും. എന്താ സുഹൃത്തുക്കളെ വേഷത്തിന്റെ പ്രത്യേകത? അള്ളയാണ് പറയണത്, അതൊന്നും തെറ്റൂല.
ഇതൊന്നും തെറ്റൂല. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈൻ. രണ്ട് കാര്യമാണ് വേഷം കൊണ്ട് അല്ലാഹ് പറഞ്ഞത്. നല്ല ഇസ്ലാമിക ഡ്രസ്സ് ധരിച്ചാൽ രണ്ട് പ്രയോജനം. ഒന്ന്, അറിയപ്പെടാൻ, തിരിച്ചറിയാൻ. എന്താ തിരിച്ചറിയാ? ഇവൾ മാന്യമായൊരു കുടുംബത്തിലെ മാന്യമായൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വേഷം വേണം. സുഹൃത്തുക്കളെ, വൃത്തികെട്ട വേഷം ധരിച്ചാൽ അതൊരു സമ്മതമാണ്, അനുവാദമാണ്. ഇവിടുത്തെ അലവലാദികൾക്ക് നോക്കാനും കാണാനും കമന്റ് അടിക്കാനും വഴങ്ങുന്നവളാണെന്നതിൻ്റെ അടയാളമാണ് മോശപ്പെട്ട വേഷം. സമ്മതമാണത്. ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും പാതി നഗ്നകളായി നിൽക്കുന്ന പെൺകുട്ടികളും സ്ത്രീകളും പറയുന്നത് വന്നോ കമന്റ് അടിച്ചോ പ്രശ്നമില്ല എന്നാണ്. അതങ്ങനെ അവർക്ക് മനസ്സിലാവുള്ളൂ. ധരിച്ചവരതിനൊന്നല്ല. ധരിച്ചവരൊരു ഫാഷൻ നോക്കി ധരിച്ചതാകും, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന ടൈലർ ഷോപ്പ് ചെന്നപ്പോൾ അവിടുത്തെ മോഡൽ കണ്ടെടുത്തതായിരിക്കും. പക്ഷേ കാണുന്നവൻ മനസ്സിലാക്കുക എന്താണ്, എല്ലാവരും മാന്യമായ വസ്ത്രം ഇടുമ്പോൾ ഞമ്മക്കൊക്കെ കാണാനും വർത്താനം പറയാനൊക്കെ ആയിരിക്കുമല്ലോ ഈ കോലത്തിൽ ഇറങ്ങിയത് എന്ന് അവർ തെറ്റിദ്ധരിച്ചാൽ, അതുകൊണ്ടാണ് യുറഫിന മനസ്സിലാകണം ഇത് അങ്ങനത്തെ ഒരു പെണ്ണല്ല എന്ന് മനസ്സിലാകാൻ വേഷം നന്നാകണം. പിന്നെയോ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ സഹോദരിമാരെ, ഒരു പെൺകുട്ടിക്ക് ഇതിനേക്കാളും വലിയ ഉപദ്രവം എന്താണ് വരാൻ? ഇപ്പൊ കഴിഞ്ഞ ദിവസം കഞ്ചാവിന്റെ പേരിൽ, കഞ്ചാവ് വിൽപ്പനന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. ആ കേസിന്റെ കോപ്പി കൊണ്ടുപോയിട്ട് വാപ്പ മകൾക്ക് കാണിച്ചു കൊടുത്തു. പൊന്നു മോളെ, ഇവനോട്ട് കെട്ടിച്ചേരാൻ ഒരു നിർവാഹമില്ല, ഇവൻ കഞ്ചാവ് കേസിൽപ്പെട്ട ആളാണ്, അതൊക്കെ ഞാൻ നേരാക്കി എടുത്തോളാം പറയണം. മനസ്സിലായി നിങ്ങൾ? എന്താ പറയാൻ പറ്റുക? എന്താ പറയാ? നമ്മളെ കുട്ടികൾ പോയി പെടുന്ന കേട്ടില്ലേ സുഹൃത്തുക്കളെ? ഒരു പെണ്ണിനെയും കുട്ടിനെയും കിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്? വീട്ടിൽ കുളിച്ചപ്പോൾ വീട്ടുകാർക്ക് വേണ്ട, ഇറങ്ങിപ്പോയത്. ആരാ ഇറക്കി കൊണ്ടുപോയത് സുഹൃത്തുക്കളെ? രണ്ടാളുകൾ പരമാവധി ഉപയോഗിച്ചിട്ടാണ്ട് ഉപേക്ഷിച്ചതാണ് ആ പെൺകുട്ടിനെ. നമ്മളെ മക്കളോ പെങ്ങന്മാരോ ആണെങ്കിൽ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹ് പറയാണ് ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെടുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിപ്പെട്ടു പോവാതിരിക്കാൻ, അവർ വഴികളിൽ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ എന്താണ് പരിഹാരമാർഗം? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അവിടെ ജിൽബാബുകളെ അവരെന്ത് ചെയ്യട്ടെ? ധരിക്കട്ടെ എന്നാണ്. നല്ല തൂങ്ങിക്കിടക്കുന്ന വസ്ത്രങ്ങളെ അവർ ധരിക്കട്ടെ എന്നാണ്. പിന്നെയോ അങ്ങനെ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യും? നിർഭയത്വമുണ്ട്, ഉപദ്രവിക്കപ്പെടാതിരിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഇനി അള്ളാന്റെ ഒരു വിശാലം നോക്കി. ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ പറഞ്ഞതെങ്കിലും ഞാൻ എൻ്റെ കുട്ടിൻ്റെ വേഷം എങ്ങനെയാക്കി, ഞാൻ ഇങ്ങനത്തെ ഒരു പർദ്ദയിലിട്ട് നടന്നതെന്നൊക്കെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ആയത്ത് അള്ളാഹ് അവസാനിപ്പിക്കുന്നത് നോക്ക്. വക്കാനല്ലാഹു ഗഫൂറർ റഹീമാ. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ചെയ്തു പോയതിൽ മനസ്താപത്തോടുകൂടെ പശ്ചാത്തപിക്കാൻ തയ്യാറാണോ അള്ളാഹ് പുറത്തു കൊടുക്കാന്ന് പറയണം. സുഹൃത്തുക്കളെ, സുരക്ഷയാണ് ദീന്, നിർഭയത്വമാണ് ദീന്, മനസ്സമാധാനമാണ് ദീന്. ഇതൊക്കെ കിട്ടുന്നോണ്ടാണ് ആളുകൾ എന്താ പറയുക ഈ ദീന് കേൾക്കാൻ അങ്ങനെ വരുന്നത്, ദീന് കേൾക്കാൻ താല്പര്യം കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ഇന്നിപ്പോ ഞങ്ങള് നമ്മുടെ ഒരു ഹോസ്റ്റലിൽ ചെന്നപ്പോൾ, അവിടെ മെസ്സ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ, അവിടെ പീസ് റേഡിയോ ഒരു ബോക്സിൽ വെച്ചിരിക്കുന്നു. അപ്പൊ അവിടുത്തെ അന്തേവാസികൾ പറഞ്ഞു, ആ അടുക്കളയിലെ കുക്ക്, അവിടുത്തെ ഭക്ഷണം പാചകം ചെയ്യുന്ന ആള് 24 മണിക്കൂറും പീസ് റേഡിയോ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഒരു മിനിറ്റ് രാവിലത്തെ നാസ്ത കഴിയുമ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കാനായി, അതും 100-400 കുട്ടികൾക്ക്, അത് കഴിയുമ്പോൾ രാത്രിയായി. ഒരു മിനിറ്റ് അടുക്കളയിൽ നിന്ന് തിരിയാൻ നേരല്ല. പക്ഷേ അടുക്കളയിലല്ലാതെ സ്വസ്ഥമായി ജീവിക്കുന്ന ഞാനും നിങ്ങളും കേൾക്കുന്നതിൻ്റെ 10 മടങ്ങ് ദീന് അയാൾ ആ അടുക്കളയിൽ നിന്ന് കേൾക്കണു. സൗകര്യങ്ങളും എന്തേ മനസ്സമാധാനം കിട്ടും. അടുപ്പിന്റെ ചൂട് കൊണ്ട് ദേഹം എരിയുമ്പോഴും പീസ് റേഡിയോയുടെ വാക്കുകളെ കൊണ്ട് മനസ്സ് തണുക്കും. അതാണ് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാര്. അത് കിട്ടാൻ വേണ്ടിട്ടാ പോണത്. സുഹൃത്തുക്കളെ, നല്ലോണം ആലോചിച്ചോളി. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു പോയാൽ അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയമായ സ്വീകരണം ലഭിക്കണം. ഒരു വിരുന്നുകാരനായി അങ്ങോട്ട് ചെല്ലാൻ പറ്റണം. വിരുന്നുകാരൻ എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? നല്ല വിഭവങ്ങൾ കിട്ടും, അതിലേറെ ആദരവുണ്ടാവും. ഒരുക്കി വെച്ചിട്ടായിരിക്കും. കസേരമ്മ പോലും വിരിട്ടിട്ട് ഇങ്ങനെ കാത്തുക്കുണ്ടായിരിക്കും. അതാണ് അള്ളാഹ് പറഞ്ഞത്, നുസ്ലം മിൻ ഗഫൂരിർ റഹീം. പരമകാരുണികനും
അതേപോലെ തന്നെ എല്ലാം പൊറുക്കുന്നവനുമായ അള്ളാഹുവിന്റെ വിരുന്നാണത്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് എന്താണ്? ജന്നാത്തുൽ ഫിർദൗസി നുസുല, ജന്നാത്തുൽ ഫിർദൗസി നുസുല, ജന്നാത്തുൽ ഫിർദൗസ് നുസുല് വിരുന്നായിക്കൊണ്ട് അവർക്ക് നൽകുന്നതാണ് നാളെ പരലോകത്ത്. അതല്ലേ സുഹൃത്തുക്കളെ, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? വഅക്രിം നുസുലഹു, വഅക്രിം നുസുലഹു, പടച്ചോനെ നല്ലൊരു വിരുന്നുകാരനെ പോലെ സ്വീകരണങ്ങൾ കൊടുക്കണേ എന്നാണ് നമ്മൾ പറയാ. അവിടേക്ക് ചെല്ലണം. പക്ഷേ സുഹൃത്തുക്കളെ, അവിടേക്ക് ചെല്ലണമെങ്കിൽ ചില യോഗ്യതകളുണ്ട്. ആ യോഗ്യത ഉള്ളവനെ സ്വർഗം കിട്ടുള്ളൂ. അതേതൊക്കെയാണ് ആ യോഗ്യത എന്ന് അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഖുർആനിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിന്റെ ഭയാനകത ചിത്രീകരിച്ചിട്ട് സ്വർഗത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി ഫതഖൂലു ഹൽ മിൻ മസീദ്, നരകത്തേക്ക് എല്ലാവരും കൊണ്ടുപോയിട്ടിട്ട് നരകത്തോട് ചോദിക്കും, നരകമേ ഇനി നിനക്ക് മതിയായോ? നരകത്തിന് മതിയാവൂല. സൂര്യനെയും ചന്ദ്രനെയും ഇറക്കി വെക്കാൻ വലിപ്പമുണ്ടത്രേ നരകത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ എത്ര മടങ്ങ് വലിപ്പമുണ്ട്? ലക്ഷക്കണക്കിന്. അതിനെ ഇറക്കി വെക്കാൻ മാത്രം വിശാലതയുണ്ട്. ആഴമോ? ഒരു കല്ല് വീണാൽ യുഗാന്തരങ്ങൾ കഴിയണം അടിയിലെത്താൻ. ആ നരകം നിറയണില്ല. അള്ളാഹുവിന്റെ കാൽപാദം വെക്കുമ്പോഴാണ് നരകം നിറയണത്. അതുവരെ നിറയണില്ല. അത് പറയണം ഹൽ മിൻ മസീദ്. എന്നിട്ട് അള്ള പറയാണ്, അത്രയും ആഴമേറിയ നിറഞ്ഞു പോകാത്ത നരകത്തിന്റെ തൊട്ടപ്പുറത്തുണ്ട് വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, വിദൂരത്തല്ലാതെ അതാ സ്വർഗം അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൊതിപ്പിക്കുന്ന സ്വർഗത്തെ ചൂണ്ടി അല്ല പറയുന്നു, ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, ഈ സ്വർഗം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ, ഖേദിച്ചു മടങ്ങുന്നവർ, ചെയ്തു പോയ തെറ്റിൽ മനസ്താപത്തോടുകൂടെ പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് സംഭവിച്ചു പോയതാണ് റബ്ബേ, എൻ്റെ സാഹചര്യങ്ങളുടെ ചുറ്റുപാടിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി, ഞാനിതാ നിന്നിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുന്നു എന്ന് പറയാനുള്ള മനസ്സാർക്കുണ്ടോ അവനുള്ളതാണ് സ്വർഗം. ഹഫേൽ, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവന് അത് തെറ്റാകുമോ, ഇത് ശരിയാകുമോ, അത് കൽപ്പിച്ചതാണോ വിരോധിച്ചതാണോ, അങ്ങനെ ചെയ്താൽ കുറ്റം കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ഇന്നലെ ഒരു സ്ത്രീൻ്റെ മെസ്സേജ് ഉണ്ട്, ഒരു വോയിസ് ഉണ്ട് മറുപടി ചോദിച്ചിട്ട്. എന്താ വോയിസ് അറിയങ്ങൾ? ആ വോയിസിൽ ചോദിക്കണം എന്താ വെച്ചാൽ, എനിക്ക് പറ്റണില്ല, എൻ്റെ ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ചു, എന്ത് ചെയ്യണില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല, അതുകൊണ്ട് ഞാൻ അയാളെ ഉപദ്രവിക്കണോ ചീത്ത പറയണോ ഒന്നുമില്ല, പക്ഷേ അയാളുമായി സഹകരിക്കാൻ മനസ്സുകൊണ്ട് പറ്റണില്ല, ഞാൻ എന്താ ചെയ്യാതെ, കുറ്റം കിട്ടുമോ പരലോകത്ത് നിന്നാണ്. സഹോദരങ്ങൾ, ഇസ്ലാമിൽ തെറ്റല്ലാത്തൊരു കാര്യമാകുന്നതുകൊണ്ട് അവർ സഹകരിച്ചോളണം, അതല്ല ഇസ്ലാമിൻ്റെ നിയമം. പക്ഷെ അവിടെ ഒരു മനസ്സിൻ്റെ വേദന എന്താ വെച്ചാൽ, ഈ ഭർത്താവിനോട് കാണിക്കുന്ന ഒരു അനുസരണക്കേട് പരലോകത്ത് എനിക്ക് എങ്ങനെ ആയിത്തീരും, എല്ലാ കാര്യത്തിലും ഞാൻ സൂക്ഷിക്കേണ്ടത്, ഇതിപ്പോൾ എനിക്ക് പറ്റില്ല, മനസ്സുകൊണ്ട് വിചാരിച്ച് കഴിയണില്ല എന്നാ സ്ത്രീ കരഞ്ഞു പറയണത്. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, എന്ത് തെറ്റാവോ പേടി, ബേജാറ്. അതാ ഹഫീദ്. ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, പരമകാരുണ്യകനെ അദൃശ്യമായി ഭയപ്പെടുന്നവൻ, പടച്ചോനെ പേടിച്ച് പടച്ചോൻ കാണൂ, പടച്ചോൻ അറിയൂ എന്ന് അതീവ രഹസ്യമായ ജീവിതത്തിൽ വിചാരിക്കുക. ആ സൂക്ഷ്മത അവർക്കൊക്കെയാണ് സുഹൃത്തുക്കളെ സ്വർഗം കിട്ടുക. അതുകൊണ്ട് നല്ല സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുന്ന അള്ളാഹു വലിയൊരു അനുഗ്രഹം നമുക്ക് തന്നത്. നമ്മളിപ്പോൾ ഈ ദീൻ്റെ കാര്യങ്ങളൊക്കെ പറയണത് ആരെങ്കിലും തോൽപ്പിക്കാനോ ആരെങ്കിലും പരാജയപ്പെടുത്താനോ ഇവിടെ നമ്മളെ പാർട്ടി വളർത്താനോ ഒന്നും അല്ല സുഹൃത്തുക്കളെ. ആളുകൾക്ക് ഈ ദീനിൻ്റെ വെളിച്ചം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾ പറയണത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ, ദീനിൻ്റെ എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ ഒന്നും കളയാതെ മുഴുവനായിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ഒരു ദൗത്യം. ഒന്നാമത്തെ തൗഹീദാണ്. ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി പോകുന്ന തെറ്റാണ്. നല്ലോണം ആലോചിക്കണം. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ആരാ ശിർക്ക് ചെയ്യാൻ? ആരാ ശിർക്ക് ചെയ്യുക വെച്ചാൽ സുഹൃത്തുക്കളെ, ദുരന്തങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഓരോരുത്തർ വന്ന് പറഞ്ഞു നോക്ക്, അവിടെ നിന്ന് പോയി നോക്ക്, ഇവിടെ നിന്ന് വന്നു നോക്ക് എന്ന് പറയുമ്പോൾ പൂജയടക്കം വീട്ടിൽ നിന്ന് കഴിക്കുകയാണ് ആൾക്കാർ, ബലി കൊടുക്കുകയാണ്.
കോഴിനെയും ആടിനെയൊക്കെ ബലി കൊടുത്തിട്ട്, ശൈത്താന് ബലി കൊടുത്തിട്ട്, അള്ളാഹു വല്ലാത്ത ശക്തികൾക്ക് ബലി കൊടുത്തിട്ട് എന്ത് ചെയ്യാണ് നിങ്ങൾ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഞാൻ അങ്ങനെ ആലോചിച്ചു, ഒരു ധൈര്യം, ഒരു കുട്ടി ഇങ്ങോട്ട് അള്ളൊരു നല്ലൊരു കുട്ടിയുടെ ജീവനോടെ ഇങ്ങോട്ട് ഞമ്മക്കിട്ട് തന്നിട്ട് നമ്മൾ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കൊരു ബേജാറെന്ത്, ഇനിയിപ്പോൾ ഈ കുട്ടിക്ക് എന്തേലും പറ്റുമോ? ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ആ വെള്ളത്തിൽ ഒരു കവചത്തിന്റെ ഉള്ളിൽ ആ കുട്ടി ആ ഇരുട്ട് കടന്നിട്ട് ഒന്നും പറ്റാത്തോണ്ടല്ലേ എപ്പോഴും ആ കുട്ടി കരയും ചിരിക്കുകയൊക്കെ ചെയ്യണത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് പേടി, ഇനിയിപ്പോൾ ആരാ നോക്കാൻ, ഇനിയിപ്പോൾ നോക്കാൻ ആരാ നിങ്ങൾ? ഒരു കറുത്ത ചരട്, എന്നാ പിന്നെ കാവലായി. ഈ ചരട് ഏറ്റവും അധികം വേണ്ടത് ഗർഭപാത്രത്തിന്റെ ഉള്ളിലല്ലേ സുഹൃത്തുക്കളെ? വലിയ കാവൽ വേണ്ടത് അവിടുന്ന് അങ്ങോട്ട് നീങ്ങുമ്പോഴും ഇങ്ങോട്ട് തിരിഞ്ഞടക്കുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഈ കുട്ടിക്ക് കീടറ്റാ നിൽക്കണില്ലേ? ഒരു ധൈര്യം വേണം സുഹൃത്ത്. ഏറ്റവും വലിയ പാടാണെന്ത്, 9 മാസം 10 ദിവസം ഈ കുട്ടി വയറ്റിൽ ഒരു കേടും പറ്റാതെ കയ്യും കാലും മുറി ഓടിയൊന്നും ചെയ്യാതെ ഏതിലാണ് പോകുന്നത്? ഏറ്റവും ഇടുങ്ങിയ മാതാവിന്റെ ഇടുപ്പെല്ലുകൾക്കിടയിലൂടെയാണ് ആ കുഞ്ഞു പൈതൽ ജീവൻ നഷ്ടപ്പെടാതെ പുറത്തേക്ക് വന്നത്. ആ പടച്ചോന് കയ്യൂരെ സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ ഈ വിരിപ്പിലും കിടക്കിലൊക്കെ കിടക്കുമ്പോൾ പ്രാണി വരാതെയും കഫക്കെട്ട് വരാതെയും കണ്ണേറ് തട്ടാതെയൊക്കെ നോക്കാൻ പടച്ചോന് പറ്റൂലേ? എന്നിട്ട് എന്തോ 5 ദിവസത്തിൻ്റെ ഒരു നൂല് കെട്ടിയ സമാധാനം, ഇനിയൊന്നും പറ്റൂല സുഹൃത്തുക്കളെ. എന്താ വിശ്വാസം? മൻ അല്ലക്ക തമീമത്തൻ ഫഖദ് അശ്റക. നല്ല തൗഹീദ്, ബിദ്അത്തുകളും അനാചാരങ്ങളും സുഹൃത്തുക്കളെ എത്ര നഷ്ടം നമ്മളെ മനുഷ്യന്മാർക്ക് പറ്റുന്ന അറിയങ്ങൾ. ഏതൊക്കെയോ വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപകളാണ് എന്തിനറിയങ്ങൾ നമ്മുടെ ആളുകൾ ഇത് നഷ്ടപ്പെട്ടു പോകണം. നമ്മളെല്ലാം ശ്രദ്ധിക്കണം, ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കണം. അന്ധവിശ്വാസങ്ങൾ മരിച്ചോടത്തും ജനിച്ചോടത്തും എല്ലാ സ്ഥലത്തും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആയിരക്കണക്കിന്. എങ്ങനെ പറ്റുന്നത്? ഞാൻ ആലോചിച്ചു, എങ്ങനെ പറ്റും? നമ്മൾ മരിച്ചൊരു ഇപ്പോൾ വീട്ടിൽ ചെന്ന് ജനാസ കഴിഞ്ഞ് തിരിച്ചാ വീട്ടിൽ തന്നെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി തരും. എന്നാൽ തന്നെ നമുക്കത് കുടിച്ചാൻ ഒരു കട്ടൻ ചായക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സമയക്കാരൻ രാവിലെ വന്ന് നിന്ന് മയ്യത്തെടുത്ത് തിരിച്ചു വന്നേക്കാരൻ, എന്നാലും ഒരു മടിയാണ്. അങ്ങനത്തെ വീട്ടിൽ രോഗമായി കിടക്കുന്ന സമയത്ത് ഉമ്മാക്ക് ഇറച്ചി മീനും തിന്നാൻ പറ്റാത്തതുകൊണ്ട് ഞമ്മക്കും വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് 6 മാസമായിട്ട് ഞങ്ങളെ വീട്ടിൽ ഉമ്മാക്ക് അസുഖമായതിനു ശേഷം ഇറച്ചി മീനും വാങ്ങിയിട്ടില്ല എന്ന് പറയുന്ന വീട്ടുകാരാണ് 40 ദിവസം ബിരിയാണി വീട്ടിൽ. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ടാ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാം സുഹൃത്തുക്കളെ? അതൊക്കെ ദീനാണ് എന്ന് ആൾക്കാർക്ക് വിശ്വസിപ്പിച്ചതുകൊണ്ടല്ലേ പറ്റണത്, അല്ലെങ്കിൽ പറ്റൂ? ദീനാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നും പറയല്ല സുഹൃത്തുക്കളെ, നഷ്ടപ്പെടുത്തരുത്. കാരണം കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്ത് ചെയ്താൽ ളലാലത്താണ്, ളലാലത്ത് ചെയ്താൽ നരകത്തിക്കാണ്. നല്ല എല്ലാം ദീനിന്റെ എല്ലാ കാര്യവും നമുക്ക് വ്യക്തമാണ്. എന്തും അതാണ് ഇപ്പം പീസ് റേഡിയോ കേൾക്കുമ്പോൾ അലിജാബി ചോദിച്ചു എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ട്, എന്ത് പ്രശ്നത്തിനും മറുപടി ഉണ്ട്. അതാ ദീന്. അള്ളാഹു 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായി ജീവിച്ച്, വ്യക്തിയായി ജീവിച്ച്, സമൂഹമായി ജീവിച്ച്, രാഷ്ട്രത്തിന്റെ നായകനായി ജീവിച്ച്, യുദ്ധവും സമാധാനവും ഒക്കെ നയിച്ച് നമുക്ക് എല്ലാത്തിനും മാതൃക കാണിച്ചു തന്നിരിക്കണം. എന്ത് ചോദ്യത്തിനും ഉത്തരമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീൻ നമ്മൾ പഠിക്കണം, നിർബന്ധമായി പഠിക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല, പഠിക്കൽ നിർബന്ധമായതെങ്കിലും പഠിക്കണം. നിസ്കാരം നിർബന്ധമല്ലേ? എങ്കിൽ സുഹൃത്തുക്കളെ, നിസ്കാരം പഠിക്കലും നിർബന്ധമാണ്. ഈ മുറ്റത്ത് വെച്ച് നിസ്കാരത്തെ പറ്റി ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് നിർബന്ധമാണ് നിസ്കാരമെങ്കിൽ ആ നിസ്കാരത്തെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. പൈസ ഉള്ളവന് സക്കാത്ത് പഠിക്കൽ നിർബന്ധമാണെന്ന പണ്ഡിതന്മാർ പറയും. നമ്മുടെ സുഹൃത്തുക്കൾ, ദീൻ നമ്മൾ പഠിക്കണം. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. നമ്മുടെ ഈ വണ്ടൂർ പരിസര പ്രദേശങ്ങളിലൊക്കെ വളരെ സജീവമായി ദീനിൻ്റെ നല്ല പ്രചാരണങ്ങളും പ്രബോധനങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഇങ്ങനെ നടന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പാരമ്പര്യമുള്ളൊരു സ്ഥലമാണ് സുഹൃത്തുക്കൾ. അതിൻ്റെ തുടർച്ചയിലേക്കുള്ളൊരു വരവാണ് ഈ ഒരുമ കുടുംബ സംഗമത്തിൽ നമ്മൾ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നമുക്ക് പീസ് റേഡിയോ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഒരു പുതിയൊരു സംവിധാനം, ഒരു സൂപ്പർ മാർക്കറ്റ്, ഇപ്പോൾ ഒക്കെ സൂപ്പർ മാർക്കറ്റ്, നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ ദീന് പഠിക്കേണ്ടവന് എന്താണോ അവൻ്റെ ഇഷ്ടം അത് അവിടെ കയറിയേ കിട്ടും. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? തുടർച്ചയായ ദർസാണോ ഇഷ്ടം? ദിറാസത്തുദ്ദീൻ 50-60 എപ്പിസോഡ് ഇങ്ങനെ ക്ലാസ്, ഒരു മണിക്കൂർ എടുത്ത ക്ലാസ്, അത് 50 ക്ലാസ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ തുടർച്ച കേൾക്കാം. എനിക്കൊരു നല്ല മ്യൂസിക് ഒന്നും ഇല്ലാത്തൊരു പാട്ടാണോ ഇഷ്ടം, ആയിക്കോട്ടെ. ഒരു വീഡിയോ ആണോ ഇഷ്ടം, അല്ലെ കുത്തുബകളാണോ, ഈ കഴിഞ്ഞ കുത്തുബകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിട്ടും. ഒരു ജമീൽ, അതാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്, ജമീൽ. നമ്മുടെ ഒരു നേർവഴിൻ്റെ പരസ്യത്തിലൊക്കെ ഉണ്ടാകും ജമീൽ. അതൊന്നും നോക്കിയാൽ മതി. നേർവഴി വരുമ്പോൾ അതിലൊന്നും നോക്കിയാൽ മതി. അതിലെൻ്റെ ലിങ്ക് ഉണ്ട്. ആ ജമീലാണ്ട് എടുത്താൽ എന്തോ ഇന്ന് കിട്ടും. അതിൻ്റെ അടിയിലുണ്ടാവും ഓഡിയോ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സുഹൃത്തുക്കളെ, വീട്ടിൽ അങ്ങനെ
എന്തൊരു സമാധാനം. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ഒരു 200 റുപ്യക്ക് ഒരു ബ്ലൂടൂത്തിൻ്റെ ബോക്സ് വാങ്ങിയിട്ട് വെച്ചിട്ട് ഫോണൊന്നാണ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ജമീൽ ആപ്ലിക്കേഷനും അതേപോലെ തന്നെ നമ്മുടെ ഈ പീസ് റേഡിയോ ഒക്കെ അതാണ് ഇട്ടാൽ തന്നെ നമ്മുടെ വീടാണ് മാറും, കുടുംബം കുട്ടികളൊക്കെ പറ്റ മാറും. അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് CR ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. രാവിലെ ഞായറാഴ്ച ഒരു ദിവസം 1 മണിക്കൂർ കുട്ടികൾക്ക് വേണ്ടി സുഹൃത്തുക്കൾ നേർവഴി 5 മിനിറ്റ് പ്രഭാഷണം നമ്മുടെ വീട്ടിൽ വാട്സപ്പിലൂടെ എത്തും. നമ്മുടെ സുഹൃത്തെന്ന് പറഞ്ഞാൽ അവർ മാഷന്മാർ, അവരുടെ സ്കൂളിലെ മാഷന്മാരെ ഗ്രൂപ്പാണ്. അതിലൊന്നും സ്കൂളത്തെ വിഷയമല്ലാതെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ എല്ലാ മാഷന്മാരും പാടെ യോജിച്ചിരിക്കുകയാണ് ഈ നേർവഴി ഇതിലിടണമെന്നാണ്. അതിന് സമ്മതമാണ്. നേർവഴി ഇടാം 5 മിനിറ്റ് നേർവഴി ഇടാൻ സമ്മതം. ആലോചിക്കണം, വേറെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ നമ്മളെ ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. ആലോചിച്ച് നോക്കും നിങ്ങൾ. ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം, അതിൽ പോസ്റ്റ് ചെയ്യണം. സുഹൃത്തുക്കളെ, ഇപ്പൊക്കെ കാലം മാറി, ശരിക്ക് ചിന്തിച്ചോളൂ. ഇനിയൊന്നും കാത്തു നിൽക്കണ്ട. അതിവേഗതയിലാണ് ലോകം പോകുന്നത്. എന്തൊക്കെയോ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്ത് സംഭവിച്ചാലും പടച്ചവൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ആ എത്തുന്നത് മര്യാദക്ക് എത്താൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം, പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു വീടിൻ്റെ മുറ്റമാണ് ഈ നന്മക്ക് സാക്ഷിയായത്. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് പറ്റും സുഹൃത്തുക്കളെ. ഒക്കെ നല്ല ടൈലൊക്കെ ഇട്ട് വലിയ വീടൊക്കെ ഉണ്ടാക്കി വലിയ ഡൈനിങ് ഹാളൊക്കെ ഉണ്ടാക്കും. 4 പെണ്ണുങ്ങളെ വിളിച്ചിട്ടൊരു ക്ലാസ് വെച്ചാൽ അതൊരു നന്മക്ക് സാക്ഷിയാകട്ടെ സുഹൃത്തുക്കളെ, നന്മക്ക് സാക്ഷിയാകട്ടെ. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയും. ഞാനും നിങ്ങളും ഇരുന്ന ഈ സദസ്സിനെ കുറിച്ച് ഈ ഭൂമി സംസാരിക്കും. ഈ നന്മകൾക്ക് സാക്ഷിയാകും. തിന്മകൾ ചെയ്തെടുത്തത് നാം ചെയ്ത തിന്മകൾക്ക് ആ ഭൂമി സാക്ഷ്യം പറയും. അതാണ് നമ്മുടെ വിശ്വാസം. ഈ മണ്ണിൽ നാം ജീവിച്ചു, നമ്മുടെ നന്മക്കും തിന്മക്കും ഈ മണ്ണു സാക്ഷി. ഈ മണ്ണ് സാക്ഷി പറയുന്ന ഒരു ദിനം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യങ്ങൾ എല്ലാം നന്മക്ക് വേണ്ടിയാകാൻ പരിശ്രമിക്കാം. അള്ളാഹു ദീൻ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കുകയും നമുക്കിത് കേൾക്കാൻ അവസരമുണ്ടാക്കുകയും ചെയ്ത ഈ വീട്ടുകാർക്കും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാം അള്ളാഹു ഇതൊരു നന്മയായി സ്വീകരിച്ച് പ്രതിഫലം നൽകുമാറാവട്ടെ. നമുക്ക് അള്ളാഹു നമ്മുടെ ദീനിനാൽ മനസ്സമാധാനവും നിർഭയത്വവും സുരക്ഷയും കൺകുളിർമയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ മുഖാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.